കുറച്ച് നാളുകൾക്ക് ശേഷം ക്ലാസ് എടുക്കുന്നത് ഇപ്പോഴും പരിപൂർണമായിട്ട് സുഖമായില്ല. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലം ഇത്രയെങ്കിലും എഴുന്നേറ്റിരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം, സന്തോഷം ഞാൻ പങ്കുവെക്കുകയാണ്. കാരണം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമാണ് ഇത്രയെങ്കിലും ആയത്. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഇപ്പോൾ ആസ് യൂഷ്വൽ നമുക്ക് ഗുരുപരമ്പരകളെ സ്മരിക്കാം. ഗുരുപരമ്പരകൾക്ക് എൻ്റെ ദണ്ഡവത് പ്രണാമം. ഈ ഒരു വേദി ഒരുക്കി തന്ന അധികത്തെ പ്രഭുവിന് എൻ്റെ ദണ്ഡവത് പ്രണാമം. എൻ്റെ ശിഷ്യാഗുരുക്കളെ സ്മരിക്കുന്നു, ദണ്ഡവത് പ്രണാമം. ശിലപ്രഭാതന് എൻ്റെ ദണ്ഡവത് പ്രണാമം. എൻ്റെ ഗുരുമുരാജിനെ ഓർക്കുന്നു, അവരവരുടെ ഗുരുമുരാജിനെ ഓർക്കുക, ദണ്ഡവത് പ്രണാമം അർപ്പിക്കുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും പാദകമലകളിൽ എൻ്റെ ദണ്ഡവത് പ്രണാമം അർപ്പിച്ചുകൊണ്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുവാദത്തോടും ആശീർവാദത്തോടും തുടങ്ങാം മംഗളാചരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭാഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈസ്തുകി. മൂകം കരോതി വാചാലം പങ്കം ലംഘായതേ ഗിരിം യത്കൃപാദമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഒരിക്കൽ കൂടി എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് വാസ്തവത്തിൽ കർമ്മങ്ങൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ കർമ്മ യോഗം അതിലെ ഒരു ശ്ലോകമാണ് എടുക്കുന്നത്. കാരണം ഇതെടുക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം എൻ്റെ പ്യൂരിഫിക്കേഷനാണ്. കാരണം നിങ്ങളൊക്കെ നല്ല കർമ്മം ചെയ്തവരാണ്, ഞാൻ ഒത്തിരി പാപിയാകാം, അതുകൊണ്ടാണ് എന്നെ ഇത്തിരി അലത്തുന്നത്. അപ്പൊ എൻ്റെ പ്യൂരിഫിക്കേഷനാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ്, എന്താണ് കർമ്മം, ഏതെല്ലാം തരത്തിലാണ് കർമ്മങ്ങൾ, അതൊക്കെ നമ്മളെ എങ്ങനെ ബാധിക്കും എന്നുള്ളതിന് കർമ്മയോഗത്തിലെ ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 3 ശ്ലോകം 5 പറയുന്നുണ്ട്. ആ ശ്ലോകം വായിക്കാം. നമുക്ക് കുറേശ്ശെ ആയിട്ട് അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. പ്രഭുപാദിന്റെ എന്താണ് വിവർത്തനവും ഭാവാർത്ഥവും ഒക്കെ നമുക്ക് വായിച്ചു നോക്കാം. അതായിരിക്കും നമ്മുടെ ബേസ്. ഹരേ കൃഷ്ണ. ശ്ലോകം വായിക്കുകയാണ്. നഹി കശ്ചിത് ക്ഷണമപി ജാതോത്തിഷ്ഠത്യ അകർമ്മകൃത് കാര്യദേഹ്യവശകർമ്മ സർവപ്രകൃതിജൈർഗുണൈഃ. നഹി കശ്ചിത് ക്ഷണമപി ജാതോത്തിഷ്ഠത്യ അകർമ്മകൃത് കാര്യദേഹ്യവശകർമ്മ സർവപ്രകൃതിജൈർഗുണൈഃ. ശീലപ്രഭുപാദിന്റെ ഭാവാർത്ഥവും വിവർത്തനം ആദ്യം. തൊണ്ട ശരിയല്ല, സോറി കേട്ടോ, ക്ഷമിക്കണേ. ഭൗതിക പ്രവൃത്തിയുടെ ത്രിഗുണങ്ങളിൽ നിന്നുളവാകുന്ന വാസനകൾക്കനുസരിച്ച് ഓരോ മനുഷ്യരും കർമ്മം ചെയ്യാൻ നിർബന്ധിതനാണ്. ആർക്കും ഒറ്റ നിമിഷം പോലും കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാവില്ല. ഒരിക്കൽ കൂടെ വായിക്കാം. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നുളവാകുന്ന വാസനകൾക്കനുസരിച്ച് ഓരോ മനുഷ്യനും കർമ്മം ചെയ്യാൻ നിർബന്ധിതനാണ്. ആർക്കും ഒരൊറ്റ നിമിഷം പോലും കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ആവില്ല. വളരെ പ്രസക്തമായ ഒരു ഭാഗമാണ്. ഇതിലെ എല്ലാ ശ്ലോകങ്ങളും പ്രസക്തമാണ്. അപ്പോ ഇവിടെ പറയുകയാണ്, ഭൗതിക പ്രകൃതി, ഇവിടെ ത്രിഗുണങ്ങൾ, നമുക്കറിയാം ത്രിഗുണങ്ങൾ എന്താണ്, തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം. ഈ ഗുണങ്ങളിൽ നിന്നുളവാകുന്ന വാസനകൾക്കനുസരിച്ച്, ഇപ്പൊ എന്താണ് ഈ വാസനകൾ? വാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് കറക്റ്റായിട്ട് എക്സാമ്പിൾ പറഞ്ഞാൽ, കായത്തിന്റെ കുപ്പി, കായം വെച്ചിരുന്ന കുപ്പി, അത് കായൊക്കെ എടുത്ത് കളഞ്ഞു, അത് വളരെ ഭംഗിയായിട്ട് സോപ്പിട്ട് കഴുകി നമ്മൾ വെയിലത്തൊക്കെ വെച്ച് ഉണക്കി
എന്നിട്ട് വീണ്ടും ഒന്ന് മണപ്പിച്ച് നോക്കിയാൽ കായത്തിന്റെ ഒരു ചെറിയ സ്മെല്ല് കാണും. ഇതുപോലെ ജന്മജന്മാന്തരങ്ങളായി നമ്മൾ എത്രയൊക്കെ ജന്മങ്ങൾ കഴിഞ്ഞാലും ചെറിയ ചെറിയ വാസനകൾ നമ്മളെ വിട്ടുപോകാതെ, ചില ചില ഗുണങ്ങൾ നമ്മളെ വിട്ടുപോകാതെ നമ്മുടെ കൂടെ കാണും. അതിന്റെ ഒരു പ്രധാന കാരണമാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ കൂടിയിരിക്കുന്നത്. കാരണം നമ്മളിൽ ഭക്തിയുത സേവനങ്ങൾ എന്നോ ഭഗവാൻ അർപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു നന്ദി പുരസ്കാരം, അതിന്റെ ഓർമ്മയ്ക്ക് എന്ന വണ്ണം നമുക്ക് ഈ ജന്മം കിട്ടിയതും നമുക്കിപ്പോ ഭക്തിയുത സേവനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതും ഈ വാസനയുടെ ഗുണമാണ്. അപ്പൊ വാസനയെ നിർദ്ദേശിക്കുന്നത് നെഗറ്റീവ് മാത്രമല്ല, പോസിറ്റീവ് അതിനകത്ത് വരും. നമ്മൾ കണ്ടിട്ടില്ലേ ടി വിയിലൊക്കെ പുതിയ പുതിയ കൊച്ചുകുട്ടികൾ വന്നിട്ട് എന്താണ് ഹായ് ഹലോ ചോടോ ഹരേ കൃഷ്ണ ബോലോ. എന്താ അതിന്റെ കാരണം? കാരണം അവന്റെ കഴിഞ്ഞ ജന്മത്തില് അവൻ പരിപൂർണ്ണ നല്ല ഭക്തന്, ശുദ്ധ ഭക്തനായിരുന്നു. അവന്റെ ആ വാസനയാണ് പിന്നിലേക്ക് പോകുന്നത്, അതായത് മുന്നോട്ട് വന്നത്. അപ്പൊ അതുപോലെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നുളവാകുന്ന വാസനകൾക്കനുസരിച്ച് ഓരോ മനുഷ്യനും കർമ്മം ചെയ്യാൻ നിർബന്ധിതമാണ്. നമ്മൾ വിചാരിക്കും ഇവനെന്താ ഇങ്ങനായിപ്പോ, അല്ല ഇവളെന്താ ഇങ്ങനായിപ്പോ, ഒന്നുമില്ല. അവന്റെ മുൻജന്മ കർമ്മത്തിന്റെ ഫലമാണ് ഇപ്പൊ കാണിക്കുന്നത്. ആർക്കും, അതാണ് പ്രധാനപ്പെട്ടപ്പോൾ, ആർക്കും ഒറ്റ നിമിഷം പോലും കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാവില്ല. അപ്പൊ ഒരൊറ്റ മനുഷ്യൻ പോലും കർമ്മം ചെയ്യാതിരിക്കുന്നില്ല. ചിലർ വിചാരിക്കും കിടന്നുറങ്ങുന്നവരോ, അവരും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉറക്കത്തിൽ സ്വപ്നം കാണുന്നുണ്ട്, ഉറക്കത്തിൽ തിരിഞ്ഞു കിടക്കുന്നുണ്ട്, മറിഞ്ഞു കിടക്കുന്നുണ്ട്. ഉറക്കവും ഒരു ജോലിയാണ്. ഉറക്കം കിട്ടാത്തവരുടെ കാലം ആലോചിച്ച് കഴിഞ്ഞ് ഇവിടെ കുറേ മാതാജിമാര് പറയാറുണ്ട് എൻ്റെ ഉറക്കം ശരിയാണ്. അതിലൊരാളാണ് ഞാനും. എനിക്കും ഒരു മാസമായിട്ട് കഴിഞ്ഞ് ഒരു മാസമായിട്ട് ഉറക്കം ശരിയാകുന്നില്ല. അപ്പം എന്തായാലും ഉറക്കം ഇപ്പൊ ശരിയായി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉറങ്ങുന്നത് പോലും ഒരു കർമ്മമാണ്. അപ്പൊ അങ്ങനെ കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ആർക്കും ആവില്ല എന്നാണ് പറയുന്നത്. ഇനി എന്താണ് കർമ്മത്തിന്റെ വാസനകൾക്കനുസരിച്ച് ത്രിഗുണങ്ങളുടെ നിന്നുളവാകുന്ന വാസനകൾക്കനുസരിച്ച് ഓരോ മനുഷ്യനും കർമ്മം ചെയ്യുക എന്ന് പറയുന്നതിന്റെ ചെറിയൊരു കഥയുണ്ട്. വലിയ കഥയല്ല, ചെറിയ കഥയാണ്. അതായത് ഒരു രാജാവിന്റെ മുന്നില് ഒരാള്, അയാൾക്ക് വളരെ വ്യത്യസ്തമായ ഒരു കഴിവുണ്ട്. അയാൾക്ക് ഒരു ജന്തുവിനെയോ ഒരു മനുഷ്യനെയോ ആരെ കണ്ടു കഴിഞ്ഞാലും മുഖലക്ഷണം നോക്കിയിട്ട് പറയാൻ കഴിയും ഇയാളുടെ കഴിഞ്ഞ ജന്മം എന്ത്, അല്ലെങ്കിൽ ഇയാൾ എത്രത്തോളം പവിത്രമാണ്, അല്ലെങ്കിൽ എന്ത് എന്നുള്ളത്. പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം പറയാൻ അയാൾക്ക് കഴിയും. അപ്പൊ അയാൾ രാജാവിന്റെ മുഖം കാണിക്കാൻ വന്നിട്ട് പറഞ്ഞു ഇതുപോലാണ് എന്റെ പ്രത്യേകതയാണ്. ഞാൻ മൃഗങ്ങളാകട്ടെ പക്ഷികളാകട്ടെ മനുഷ്യരാകട്ടെ ആരുടെയും മുഖത്ത് നോക്കിയിട്ട് അവരുടെ ലക്ഷണങ്ങൾ പറയാൻ പറ്റും. അപ്പൊ നോക്കിയപ്പോ ശരി, രാജാവിന് സന്തോഷമായി. രാജാവ് അയാളെ പറഞ്ഞു ഇന്നെ ഒന്ന് പരീക്ഷിക്കുക തന്നെ. ഞാൻ എന്റെ കുതിരയെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ രാജാവിന്റെ പ്രിയപ്പെട്ട ഏറ്റവും നല്ല കുതിര, അതിനെ കൊണ്ടുവന്നു. കുതിര കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇതിന്റെ ലക്ഷണം പറയാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഈ കുതിര ലക്ഷണമൊക്കെ ഉണ്ട്, പക്ഷേ ഇതിന് നല്ല പോഷകാഹാരം കിട്ടിയിട്ടില്ല, അതിന്റെ ഒരു ചെറിയ കുഴപ്പമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. രാജാവിന് അതിശയമായി. നിങ്ങൾ ഇതെങ്ങനെ കണ്ടുപിടിച്ചു? ഉടനെ പറഞ്ഞു അത് എനിക്ക് മനസ്സിലാവും. അപ്പൊ അത് ചോദിച്ചപ്പോ പറഞ്ഞു ഇത് കൊച്ചിലെ ഈ കുതിര എവിടുന്നാ വാങ്ങിച്ചെന്ന് വെച്ചാൽ ആളിനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ കുതിര വിറ്റ ആളിനെ കൊണ്ടുവന്നു. അയാൾ പറഞ്ഞു ഈ കുതിര ജനിച്ചപ്പോ തന്നെ ഇതിന്റെ അമ്മ കുതിര മരിച്ചുപോയി. അപ്പോ പിന്നീട് പാല് കൊടുക്കാൻ എന്നിട്ട് പശുവിന്റെ പാലാണ് ഇത് കൊടുത്തത്. അപ്പൊ ഈ കുതിര ഇപ്പൊ നിൽക്കുന്ന രാജാവിന്റെ ഈ കുതിര എന്ന് പറയുന്നത് ഇത് ആഹാരം കഴിക്കുന്നത് പശുവിനെ പോലെ, അതായത് തല കുനിച്ചാണ് ആഹാരം കഴിക്കുന്നത്. സാധാരണ കുതിരകള് എന്തെങ്കിലും കപ്പലണ്ടിയോ കടലയോ എന്തെന്ന് വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ മേപ്പോട്ട് തല ഉയർത്തിയാണ് ഇങ്ങനെ കഴിക്കുന്നത്. അതാണ് അതിന്റെ ഒരു ശൈലി. പക്ഷെ ഈ കുതിര തല താഴ്ത്തിയാണ് കഴിച്ചത്. അപ്പൊ പശുവിനെ പോലാണ് കഴിക്കുന്നത്. അങ്ങനെ ലക്ഷണം കണ്ടിട്ടാണ് പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ എക്സാമ്പിൾ ചോദിച്ചു. ഉടനെ തന്നെ ഭാര്യ, അതായത് രാജാവിന്റെ മഹാറാണി അതുവഴി പോവുകയും, അതായത് സന്ധ്യസമയം വിളക്ക് കത്തിക്കാനുള്ള ഒരു ഇതായിരുന്നു. അപ്പൊ അവരുടെ കയ്യിലിരുന്ന വിളക്കിനകത്തുനിന്ന് ശകല എണ്ണ വന്നത് അവരുടെ തലയിൽ തൂത്തിട്ടാണ് അങ്ങനെ പോയത്. അപ്പൊ ചോദിച്ചു എന്റെ ഭാര്യയാണ് പോയത്. മഹാറാണി കണ്ട് മനസ്സിലായി കാണും. യെസ് മനസ്സിലായി. എന്ത് പറയുന്നു എന്റെ ഭാര്യയെ കുറിച്ച്? അപ്പൊ പറയുന്നു മഹാറാണി ശരിയാണ്, പക്ഷെ ഇത് രാജകുടുംബത്തിലെ അല്ല. ഉടനെ ചോദിച്ചു നിങ്ങൾ എന്ത് വർത്താനായി പറയുന്നത്? ഇന്ന രാജ്യത്തെ ഇന്ന രാജാവിന്റെ മകളാണിത്, അതുകൊണ്ട് എങ്ങനെ ശരിയാകുന്നു? അപ്പൊ പറഞ്ഞു അങ്ങനെയല്ല, ഇതെന്തോ കുഴപ്പമുണ്ട്. ഉടനെ തന്നെ രാജാവ് ഈ ഭാര്യയുടെ അമ്മയോ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് അന്വേഷിച്ചു എന്താണ് സംഭവം. അപ്പൊ അവര് പറഞ്ഞു ശരിയാണ്, ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു. അപ്പോ ഞങ്ങള് അടുത്തുള്ള ഒരു ആളിന്റെ കുട്ടിയെ ദത്തെടുത്താണ് ഈ മകള്. അപ്പൊ ഞങ്ങളുടെ രാജാവിന്റെ മകളായിട്ടാണ് വളർത്തിയത്, പക്ഷെ ഇതിന്റെ പാരമ്പര്യം നോക്കുമ്പോൾ രാജാവല്ല. അപ്പോ രാജാവ് ചോദിച്ചു, റാണിയല്ല. അപ്പൊ രാജാവ് ചോദിച്ചു നമ്മുടെ ഈ ഈ അസ്ട്രോളജി പറയുന്ന ആളിനോട് ചോദിച്ചു എന്താണ് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചു? ഉടനെ പറഞ്ഞു അവര് കൊണ്ടുവന്നപ്പോ അവരുടെ കയ്യിൽ വരേണ്ട എണ്ണ അവർ തലയിൽ തൂക്കുകയാണ് ചെയ്തത്.
അതൊരു സാധാരണ വ്യക്തിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതേസമയം ഒരു മഹാറാണിയാണെങ്കിൽ ഉടൻ തന്നെ പരിചാരകരോട് ഉത്തരവ് ചെയ്യും, എന്റെ കയ്യിൽ എണ്ണയായിരിക്കും തുടയ്ക്കും എന്ന് പറഞ്ഞൊരു തുണി വാങ്ങിക്കുകയോ അങ്ങനെ തുടച്ച് അവർ ക്ലീൻ ആകുകയോ ചെയ്തു. ഒരു കാര്യം അവർ സ്വന്തമായിട്ട് ചെയ്യില്ല, എപ്പോഴും അസിസ്റ്റന്റിനെ ഉപയോഗിച്ചായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞ അത് മനസ്സിലായി. രാജാവിന് ഭയങ്കര താല്പര്യമായി. ഓഹോ, ഇയാൾ കൊള്ളാമല്ലോ ആള്, ശരി എന്നെ ഇനിയും പറയും, ഞാൻ എങ്ങനെ ഉണ്ട് ആള്. ഉടനെ പറയും രാജാവിനെ സൂക്ഷിച്ചു നോക്കിയിട്ട് അയാൾ പറഞ്ഞു, ആദ്യമായിട്ട് എനിക്കൊരു പ്രോമിസ് ചെയ്യണം. എന്താണ്? എന്റെ തല വെട്ടിക്കളയുന്നത്. കാരണം അറിയാം രാജാവിന്റെ കാലത്ത്, ഹരേ കൃഷ്ണ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം പ്രഭു, ഹരേ കൃഷ്ണ. രാജാവിന്റെ ഭരണമാണ്. എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാല് ഉടനെ തല വെട്ടും. ഉടനെ പറഞ്ഞു, എന്റെ ജീവൻ രക്ഷിക്കണം, അങ്ങനെ ഒരു വാഗ്ദാനം തരാമെങ്കിൽ രാജാവിനെ കുറിച്ച് പറയാം. ഉടനെ പറഞ്ഞു, ശരി നിന്റെ ജീവൻ ഞാൻ രക്ഷിച്ചിരിക്കുന്നു, എന്തായാലും നീ പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, രാജാവേ അവിടുന്നും രാജകുടുംബത്തിലെ അംഗമല്ല. അപ്പോ ഇതിനിടയിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ഓരോ കാര്യം പറയുമ്പോഴും, ഓരോ കാര്യം ശരിയായി വരുമ്പോഴും ഈ രാജാവ് ഈ പറഞ്ഞ അസ്ട്രോളജർക്ക് അല്ലെങ്കിൽ ജ്യോതിഷ പണ്ഡിതന് പറയും, നിനക്ക് ഇത്ര പറ നെല്ല്, ഇത്ര പറ അരി, ഇത്ര പശുക്കൾ, ഇത്ര ആട്, ഇത്ര എന്ന് പറഞ്ഞ് ധനധാന്യങ്ങൾക്ക് പകരം ധാന്യങ്ങളാണ് കൊടുത്തിരുന്നത്. അല്ലെങ്കിൽ സാധാരണ രാജാക്കന്മാർ എന്താണ് കൊടുക്കുന്നത്? ഈ സ്വർണ്ണ നാണയവും അല്ലെങ്കിൽ വജ്രവും മുത്തുമാണിയും, അല്ലെങ്കിൽ നമ്മൾ ഈ പഴയ ബാലയിലൊക്കെ കണ്ടില്ല, രാജാവിന്റെ കഴുത്തെ കിടക്കുന്ന മാലയൊക്കെ ഊരി കൊടുക്കുക. അങ്ങനെ വളരെ കാര്യമായിട്ട് കൊടുക്കും. പക്ഷെ ഈ രാജാവ് കൊടുത്തത് മുഴുവനും എന്താണ്? പശു, ആട് അല്ലെങ്കിൽ ധാന്യങ്ങൾ, അങ്ങനെയുള്ള വസ്തുക്കളാണ് കൊടുത്തത്. അപ്പൊ പറഞ്ഞു, രാജാവും യഥാർത്ഥ രാജാവല്ല, രാജകുടുംബത്തിൽ എവിടെയോ ഒരു ചെറിയ കുഴപ്പം പറ്റിയിട്ടുണ്ട്. ഉടനെ തന്നെ രാജാവിന്റെ അമ്മയെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് സംഭവം? ഇയാൾ പറയുന്നത് ശരിയാണ്? ഉടനെ പറഞ്ഞു, ശരിയാണ്, നിന്നെ ഞങ്ങൾ എടുത്തു വളർത്തിയതാണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് രാജാവ് ഇല്ലായിരുന്നു, അപ്പോ ആ രാജഭരണം ശരിയാക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണെന്ന് പറഞ്ഞു. അപ്പൊ രാജാവിന് ഭയങ്കര വിചിത്രമായിട്ട് തോന്നി, നിങ്ങൾ ഇത്ര കൃത്യമായിട്ട് എങ്ങനെ പറഞ്ഞു എന്റെ കാര്യം? ഉടനെ പറഞ്ഞു, സാധാരണ രാജാക്കന്മാരാണെങ്കിൽ സ്വർണവും വെള്ളിയും അല്ലെങ്കിൽ വജ്രവും മുത്തും ഒക്കെയാണ് കൊടുക്കുന്നത്. നിങ്ങൾ എന്താണ് ഈ പറഞ്ഞ നെല്ലും അരിയും പിന്നെന്താണ് ആടും പശുവും ഒക്കെയാണ് ദാനം ചെയ്തത്. അപ്പൊ നിങ്ങളുടെ ദാനധർമ്മത്തിൽ നിന്ന് മനസ്സിലാവും നിങ്ങൾ ആരാണ്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരുടെ വാസനകൾക്കനുസരിച്ച് ഓരോ മനുഷ്യനും കർമ്മം ചെയ്യും. അപ്പൊ വാസനകൾക്കനുസരിച്ച് പ്രവൃത്തി കാണുമ്പോൾ അറിയാം ഇവന് എന്തുമാത്രം ക്വാളിറ്റിയാണ്. നമ്മള് നന്നായിട്ട് നാമം ജപിക്കുന്നവരുടെ മുഖത്ത് നോക്കി അറിയാം, ഒരു പ്രത്യേക ഒരു പ്രഭയുണ്ടായിരിക്കും. അപ്പൊ അത് കണ്ടുപിടിച്ചിട്ട് വലിയ കാര്യമായിട്ട് നിങ്ങൾ നല്ലതായിട്ട് നാമം ജപിക്കുമെന്ന് പറയേണ്ട ആവശ്യമില്ല, അവരെ കണ്ടറിയാം. എന്നാൽ ഞാൻ നാമം ജപിക്കുമെന്ന് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവരെ കണ്ടാലും നമുക്കറിയാം. അപ്പൊ ഇതൊരു ലക്ഷണമാണ്. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്. ഇനി കർമ്മത്തിനെ കുറിച്ചാണ് പറയുന്നത്. അടുത്ത ഈ ഭാവാർത്ഥത്തില് ഒരു 7 പോയിന്റ്സ് ഉണ്ട്. ഈ 7 പോയിന്റ്സും പറയുന്നത് അതില് 6 പോയിന്റ് മാത്രം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമ്മൾ 7ാമത്തെ പോയിന്റിലേക്ക് പോകും. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദയ്ക്ക് ചേർന്നു. ശരീരസ്ഥനെങ്കിലും അല്ലെങ്കിലും എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് ജീവാത്മാവിന്റെ സ്വഭാവം. ഈ ഫസ്റ്റ് പോയിന്റ് നമ്മൾ നേരത്തെ വിവർത്തനത്തിൽ പഠിച്ചതാണ്. എന്താണ്? ശരീരസ്ഥനാണെങ്കിലും അല്ലെങ്കിലും, അതായത് ആത്മാവിന് ശരീരമുണ്ടോ ഇല്ലയോ, എപ്പോഴും അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. എന്താണ്? കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ശരീരം ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, ആത്മാവ് അഥവാ ഈ ശരീരം ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ജീവാത്മാവിന്റെ സ്വഭാവമാണത്. ആത്മാവിന്റെ സാന്നിധ്യം കൂടാതെ ശരീരത്തിനിളകാൻ കഴിയില്ല. എന്നാൽ തിരിച്ച് ആത്മാവില്ലെങ്കിൽ ശരീരം അനങ്ങില്ല. അതിന്റെ അർത്ഥം എത്ര കാലം ഈ ശരീരത്തിനുള്ളിൽ ആത്മാവുണ്ടോ അത്രയും നാൾ നമ്മൾ കർമ്മം ചെയ്തേ പറ്റൂ. ഈ കർമ്മത്തെക്കുറിച്ച് ധാരാളം പറയുന്നുണ്ട്. ജ്ഞാനപ്പാന പറയുന്നത് ഇങ്ങനെയാണ്. എന്താണ്? നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുന്നമി കണ്ട വിശ്വമാശേഷവും. അങ്ങനെ പോകുന്നുണ്ട് ആ വരികൾ. അതിലെ കർമ്മഗതി എന്നുള്ള പറയുന്നിടത്ത് വീണ്ടും അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നു കൊണ്ടു ചമച്ചൊരു വിശ്വത്തിൽ മൂന്നായിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യഭാവങ്ങൾ മിശ്രമാം കർമ്മവും മൂന്നു ജാതി നിരൂപിച്ചു കാണുമ്പോൾ മൂന്നു കൊണ്ടും തളയ്ക്കുന്നു ജീവനെ. പൊന്നിൻ ചങ്ങല ഒന്നിപ്പറഞ്ഞതിൽ ഒന്നിരുമ്പു കൊണ്ടെന്നത്രേ ഭേദങ്ങൾ രണ്ടിനാലും എടുത്തു പണി ചെയ്ത ചങ്ങലയല്ലോ മിശ്രമാം കർമ്മവും ബ്രഹ്മവാദിയായി ചേരുമ്പോളം കർമ്മബദ്ധന്മാരെന്നതറിഞ്ഞാലും. അപ്പോ
ബ്രഹ്മവാദിയായി ഈച്ച എറുമ്പോളം കർമ്മബദ്ധന്മാർ. അപ്പോ ഏറ്റവും ചെറുതാണ് എറുമ്പ്, ഏറ്റവും ആത്മാക്കളിലും ശരീരസ്ഥനായ ആത്മാക്കളിൽ ഏറ്റവും വലുതാണ് ബ്രഹ്മം. ഈ ബ്രഹ്മദേവനായിക്കോട്ടെ എറുമ്പായിക്കോട്ടെ എല്ലാവർക്കും കർമ്മം ചെയ്തേ മതി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഇനി കർമ്മങ്ങൾ എത്ര തരമുണ്ടെന്നാണ് നമ്മൾ ഇനി പഠിക്കേണ്ടത്. കർമ്മങ്ങള് 3 തരത്തിലാണ് ഭഗവത്ഗീത 3-ാം അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകത്തിന്റെ വിവർത്തനത്തിൽ പറയുന്നത്. എന്തൊക്കെയാണ് നമുക്കറിയാം. കർമ്മം, അകർമ്മം, വികർമ്മം. ഈ പോയിന്റ് നമ്മൾ ധാരാളം പഠിച്ചിട്ടുള്ളതാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കർമ്മം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കർമ്മം. ആ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു, അതിന് റിയാക്ഷൻസ് ഉണ്ടായിരിക്കും, അതാണ് കർമ്മം. എന്നാൽ അകർമ്മം ഒരു റിയാക്ഷനും ഇല്ല. അത് ഏത് കർമ്മമേ ഉള്ളൂ? ഭഗവാന് വേണ്ടി ചെയ്യുന്ന യജ്ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഭഗവാന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ് യജ്ഞം. അതിന് മാത്രമേ ഉള്ളൂ പ്രതികരണങ്ങളില്ലാത്ത. അങ്ങനെ പ്രതികരണങ്ങളില്ലാത്തതാണ് അകർമ്മം. എന്നാൽ വികർമ്മം ചെയ്യേണ്ടതിന്റെ ഓപ്പോസിറ്റ് ചെയ്യുക, അതിന് വിപരീതമായിട്ട് ചെയ്യുക, അതാണ് വികർമ്മം. ഇങ്ങനെ 3 തരത്തിലാണ് ഭഗവത്ഗീത പറയുന്നത്. ഇത് കൂടാതെ 7 തരത്തിലുള്ള കർമ്മങ്ങൾ ഇനിയും പറയുന്നുണ്ട്. അതൊന്ന് ഓടിച്ച് പറയാം. വിശദമായിട്ട് പറഞ്ഞ ഈ ക്ലാസ് മുഴുവൻ ഈ 7 പോയിന്റ് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഓടിച്ച് പറയുകയാണ്. നിത്യകർമ്മം, നൈനിത്യകർമ്മം, നിഷിധ്യകർമ്മം, പ്രായശ്ചിത്ത കർമ്മം, കാമ്യകർമ്മം, നിഷ്കാമകർമ്മം, ഉഗ്രകർമ്മം. ഒരിക്കൽ കൂടെ പറയാം. നിത്യകർമ്മം നമ്മൾ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേൽപ്പം മുതൽ ഉറങ്ങുന്നിടം വരെ ഓരോ കർമ്മങ്ങൾ ചെയ്തതാണ്. അതാണ് നിത്യകർമ്മം. അത് ഒഴിവാക്കാൻ പറ്റില്ല. നൈനിത്യകർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത് വല്ലപ്പോഴും ഒക്കെ നമുക്കത് ചെയ്യേണ്ടി വരും. ഉദാഹരണം, അത് നിർബന്ധവുമില്ല, ചെയ്യാം ചെയ്യാതിരിക്കാം, പക്ഷെ അത് വല്ലപ്പോഴും ഒക്കേഷണലി വരും. ഉദാഹരണം, ഏകാദശി. ഇന്നലെ ഏകാദശിയായിരുന്നു. എല്ലാവർക്കും ഏകാദശി എടുക്കാം, പക്ഷെ ചിലരെടുക്കും ചിലരെടുക്കില്ല. അതിന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ വരുന്ന കർമ്മമാണ് നൈനിത്യ കർമ്മം. ഒക്കേഷണലി വരും, അത് നിർബന്ധമില്ല. മറ്റേതല്ല, നിത്യകർമ്മം ദിവസവും ചെയ്യണം. നിഷിധ്യകർമ്മം, ഈ കർമ്മം ചെയ്ത് കൂടാ, അതാണ് നിഷിധ്യകർമ്മം. അടുത്താണ് പ്രായശ്ചിത്ത കർമ്മം. ഈ നിഷിദ്ധ കർമ്മം നിങ്ങൾ എന്തെങ്കിലും ചെയ്തു, അതിന് നമ്മൾ പ്രായശ്ചിത്തം ചെയ്യും. നമ്മൾ ജ്യോതിഷന്മാർ പറയും, ഇന്ന അമ്പലത്തിൽ പോയി ഇന്ന വഴിപാട് ചെയ്യുക, അത് ചെയ്യും, ഇത് ചെയ്തൊക്കെയാണ് പ്രായശ്ചിത്ത കർമ്മം. അടുത്തെന്താണ്? കാമ്യകർമ്മം. എനിക്ക് എന്തെങ്കിലും കിട്ടും എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന കർമ്മമാണ് കാമ്യകർമ്മം. ഇനി എനിക്ക് ഒന്നും കിട്ടത്തില്ല, ഒന്നിന്റെ ആവശ്യമില്ല, നിഷ്കാമ കർമ്മം. അപ്പൊ ചോദിക്കും, ഭക്തിയല്ല നിഷ്കാമ കർമ്മമല്ലേ? അങ്ങനെ ശരിയാണ്, നിഷ്കാമ കർമ്മമാണ് ഭക്തി. പക്ഷെ അതിനകത്ത് മോക്ഷമോ മറ്റെന്തെങ്കിലും പ്രതിഫലമോ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നിഷ്കാമ ഭക്തിയല്ല, അത് കാമഭക്തിയാണ്. അപ്പൊ കാമ്യകർമ്മം, നിഷ്കാമ കർമ്മം. കാമ്യകർമ്മത്തിലാണെങ്കിൽ അതിന് പ്രതിഫലം ഉണ്ടായിരിക്കും. നിഷ്കാമ കർമ്മത്തോട് ഇനി ആരെങ്കിലുമൊക്കെ പറയും, ചാരിറ്റി കൊടുത്തു, ഞാനുണ്ട് ഇന്ന ഹോസ്പിറ്റലിൽ ഇന്ന കാര്യം ചെയ്തു, അത് നിഷ്കാമ കർമ്മമാണ്. പക്ഷെ അതെന്താണ്? അയാൾക്ക് പുണ്യം കിട്ടും. അയാൾ മരിച്ചു കഴിഞ്ഞാൽ പുണ്യാത്മാവാകും, അല്ലെങ്കിൽ പുണ്യജന്മത്തിലേക്ക് പോകും, അല്ലെങ്കിൽ പുണ്യലോകങ്ങളിലേക്ക് പോകും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും അയാൾക്ക് ജനിക്കേണ്ടി വരും. അതാണ് നിഷ്കാമ കർമ്മം ചെയ്തു കഴിഞ്ഞാലും അതിനുള്ള കുഴപ്പം. പിന്നെന്താണ്? ഉഗ്രകർമ്മം, 7-ാമത്തെ പോയിന്റ്. ഉഗ്രകർമ്മം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാർ, ഒരു സമൂഹം മുഴുവൻ ഒരു വ്യക്തിയെയോ ഒരു സമൂഹത്തെയോ കൂട്ടമായി കൊല ചെയ്യുക, മഹാപാപം ചെയ്യുക. ഉദാഹരണം, ഭക്ഷണത്തിൽ വിഷം കലർത്തുക. ഒരാളാണ് ചെയ്തത്, പക്ഷെ അനുഭവിക്കുന്ന പാപം ഒരു കൂട്ടം മനുഷ്യരാണ്. അങ്ങനെ ഒരു വ്യക്തി ഒരു കൂട്ടം മനുഷ്യർക്കെതിരെയോ ഒരു കൂട്ടം മനുഷ്യർ ഒരു വ്യക്തിക്കെതിരെയോ, നമുക്കറിയാം കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുമ്പ് കുറെ അരി മോട്ടിച്ചതിന് താഴ്ന്ന വർഗത്തിലുള്ള ഒരാളിനെ കൂട്ടക്കൊല ചെയ്തായിരുന്നു. അയാളുടെ പേര് ഞാൻ മറന്നുപോയി, സോറി. അപ്പോ ഇങ്ങനെ ഒരു വ്യക്തിയെ ഒരു സമൂഹം ആൾക്കാർ ചേർന്നോ ഒരു സമൂഹം ഒരു വ്യക്തിയുടെ മേലോ ചേർന്ന് പ്രവർത്തിക്കുന്ന കർമ്മത്തിനെയാണ് ഉഗ്രകർമ്മം എന്ന് പറയുന്നത്. ഇതാണ് 7 കർമ്മങ്ങള്. അതായത് ആദ്യം പറഞ്ഞ കർമ്മം, അകർമ്മം, വികർമ്മം, അത് കൂടാതെ 7: നിത്യകർമ്മം, നൈനിത്യകർമ്മം, നിഷിധ്യകർമ്മം, പ്രായശ്ചിത്ത കർമ്മം, കാമ്യകർമ്മം, നിഷ്കാമ കർമ്മം, ഉഗ്രകർമ്മം. ഇത്രയും സാധാരണ ലിസ്റ്റ്. ഇനിയുള്ളത് ലാസ്റ്റ് പോയിന്റ്, ഒരു പോയിന്റ് കൂടെ ഉണ്ട്. അത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ പോയിന്റ് നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കർമ്മങ്ങളിൽ നിന്ന് കുറെ മുക്തമാകാം. നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഒരു എക്സ്ട്രാ അറ്റൻഷൻ നമ്മൾ കൊടുക്കും. ഞാൻ ഈ പറഞ്ഞ ശരിയാണോ, ഞാൻ പറയാൻ പോകുന്ന കാര്യം ശരിയാണോ തെറ്റാണോ എന്നൊരു എക്സ്ട്രാ അറ്റൻഷൻ കൊടുക്കും. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരാണ് പരിവൃത കർമ്മം. പരിവൃത കർമ്മം നമ്മൾ ഒന്നും ചെയ്യണ്ട, അത് കറങ്ങി ചുറ്റി നമ്മുടെ തലയിൽ വന്ന് കയറും. അപ്പോ ഈ കർമ്മങ്ങളുടെ ഫലം 4 രീതിയിലാണ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് ഒന്നീ പുണ്യമാകാം, അല്ലെ പാപമാകാം. എന്ത് ചെയ്താലും നമ്മുടെ തലയിൽ അതൊരു ഭാരമാണ്, ഒരു ഭാണ്ഡം. ഇപ്പൊ പുണ്യകർമ്മം ചെയ്തെന്നിരിക്കട്ടെ,
നമ്മൾ കുറച്ചു നേരം വിചാരിക്കും, ഓ ഞാൻ ആ കാര്യം ചെയ്തു, വളരെ നല്ല കാര്യം ചെയ്ത്, സൂപ്പർ. അയാൾ എൻ്റെ അടുക്ക് ഒരു സഹായം കൊണ്ടുവന്നു, ഞാൻ ആ കാര്യം ചെയ്തു, ഇല്ല ഒരാളെ ഞാൻ സഹായിച്ചു. ആ കാര്യം നമ്മുടെ തലയിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതൊരു ഭാരമാണ്. ഇനി അത് 10 പേരോട് പറയുകയാണെങ്കിൽ ആ പുണ്യത്തിന്റെ വോളിയം കുറഞ്ഞു 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 പോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഒരു വസ്തു. രണ്ടാമത്തെ എന്ന് പറയുന്നത് പാപഫലം. പാപമായാലും നമ്മുടെ തലയിൽ തന്നെ ഇരിക്കും. അപ്പൊ അതാണ് ഫസ്റ്റ് സ്റ്റേജ്. നമ്മൾ ചെയ്യുന്ന പുണ്യവും പാപവും നമ്മുടെ തലയില് ഒരു ഭാണ്ഡമായി, ഒരു കൊട്ടയാന്നിരിക്കട്ടെ, ഒരു വലിയ കൊട്ടയിലുണ്ട്. ആ കൊട്ടയിൽ നമ്മുടെ പുണ്യമായാലും പാപമായാലും ഇങ്ങനെ തലയിൽ വെച്ച് നടക്കാം നമ്മൾ ഓരോരുത്തരും. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഇങ്ങനെ ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ ഈ കർമ്മത്തിന്റെ ഫലം നമ്മളെ 4 രീതിയിലാണ് അഫക്റ്റ് ചെയ്യുന്നത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ ചെയ്യുന്ന പുണ്യമായാലും പാപമായാലും നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് 4 രീതിയിലാണ്. ഒന്ന്, ശാരീരികമായിട്ട് അഫക്റ്റ് ചെയ്യും. പുണ്യമാണെങ്കിൽ നമുക്ക് നല്ല ഉന്മേഷം കിട്ടും, നല്ലത് കിട്ടും. പാപമാണെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ രോഗികളാകും, ബാക്കിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് ശരീരം. അടുത്തത് മാനസികമായിട്ട്, രണ്ടാമത്തത് മാനസികമായിട്ട്. ഇപ്പോ പുണ്യമാണ് ചെയ്യുന്നെങ്കിൽ മാനസികമായിട്ട് നല്ല ഉന്മേഷമായിരിക്കും, നല്ല കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിന്ത, എല്ലാ കാര്യങ്ങളും അങ്ങനെ പോകും. പാപമാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആകും, നമുക്ക് നല്ലതായിട്ട് നാമം ജപിക്കാൻ വയ്യാതാകും, ഒരു കാര്യം ചെയ്യാൻ വയ്യാതാകും, ചിലപ്പോൾ വട്ടുവീഴ വരെ പിടിച്ചു പോയിരിക്കും. അപ്പൊ അതാണ് മാനസികമായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഫിനാൻസ്, സാമ്പത്തികം. പുണ്യമായി ചെയ്തെങ്കിൽ നമ്മുടെ സമ്പത്ത് കൂടും, നമുക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങൾ വർദ്ധിക്കും. എന്നാൽ പാപമാണ് ചെയ്യുന്നെങ്കിൽ നമ്മുടെ ഐശ്വര്യങ്ങൾ ഇല്ലാതാകും. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യുന്ന പുണ്യമാണെങ്കിൽ നമുക്ക് നല്ല നല്ല സുഹൃത്തുക്കളെ കിട്ടും, ഭക്തന്മാരോട് കൂടുതൽ കൂടുതൽ അസോസിയേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ നമുക്ക് റിലേഷൻഷിപ്പ് നല്ലതാകും. എന്നാൽ പാപമാണ് ചെയ്യുന്നെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് സ്പോയിലാകും, എല്ലാം നശിച്ചു പോകും. അപ്പോ കർമ്മങ്ങൾ നല്ലതാണോ ചീത്തയാണോ ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരും സ്വയം തീരുമാനിക്കുക. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. എന്താണ്? നമ്മൾ സാധാരണ കർമ്മമാണ് ചെയ്തത്, അതിൽ പുണ്യമാണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ശരീരത്തിനുള്ള പുഷ്ടി കിട്ടും, അതുപോലെ തന്നെ പാപമാണെങ്കിൽ ശരീരത്തിന് പുഷ്ടി നഷ്ടമാകും. അതുപോലെ തന്നെ മെന്റൽ ബാലൻസ്, നമുക്ക് നല്ല പുണ്യമായി ചെയ്തെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ടുള്ള മനസ്സും നമ്മുടെ ബുദ്ധിയും ഒക്കെ ശരിയാകും, എല്ലാ കാര്യങ്ങളും ഭംഗിയാകും. എന്നാൽ പാപമാണെങ്കിൽ നമ്മുടെ മെന്റൽ ബാലൻസ് നഷ്ടമാവുകയും നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യും. എന്നാൽ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സാമ്പത്തികമാണ്. പുണ്യമാണെങ്കിൽ നമ്മുടെ സാമ്പത്തികം കൂടും, പാപമാണെങ്കിൽ നമ്മുടെ സമ്പത്ത് കുറയും. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ്. അതായത് നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മൾ പുണ്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നല്ല സുഹൃത്തുക്കളും നല്ല ഭക്തന്മാരും നല്ല അസോസിയേഷനും ഭഗവത്ഗീതയും ഭാഗവതങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മളെ നയിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ പാപമാണെങ്കിൽ നമ്മൾ ഇതിൽ നിന്നെല്ലാം താഴെ പോകും. അപ്പോ ഓരോ കാര്യം ചെയ്യുമ്പോഴും വിചാരിക്കണം, നമ്മൾ ചെയ്യുന്നത് പുണ്യമാണോ പാപമാണോ. പുണ്യമാണെങ്കിൽ നമ്മൾ ഇതിലെല്ലാം പ്ലസ് 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 പോയി, പാപമാണെങ്കിൽ ഇതെല്ലാം നമ്മളിൽ നിന്ന് നഷ്ടമാകും. അപ്പൊ ഇതാണ് സാധാരണ ഫസ്റ്റ് സ്റ്റേജ്. ഇനി സെക്കൻഡ് സ്റ്റേജ്, നമ്മൾ പാപം ചെയ്യുന്നതിൽ ഏറ്റവും വലിയ പാപമാണ് മറ്റുള്ളവരെ നിന്ദിക്കുക, അതായത് അവരുടെ കുറ്റം പറയുക. ഇത് നമ്മളൊക്കെ സാധാരണ ചെയ്യും, ഭക്തന്മാരും ചെയ്യും, എല്ലാവരും ചെയ്യും. പക്ഷെ അന്നേരം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എയും ബിയും ഞാനാണ് പറയുന്നത്. ഞാൻ എ, ഞാൻ ആരോടാ പറയുന്നത്? ഒരാളോടാ പറയുന്നത്, അയാൾ ബി. അപ്പോ പറയുന്നത് ഞാൻ എ, കേൾക്കുന്ന ആള് ബി. ഞാൻ ആരെ കുറിച്ചാണ് പറയുന്നത്? എക്സ്. അയാൾ ഇവിടെ ഇല്ല, അയാൾ ലണ്ടനിലാണ്. അയാളെ കുറിച്ച് ഞാൻ പറയാൻ തുടങ്ങുന്ന സമയം ഈ ലണ്ടനിൽ ഇരിക്കുന്ന ആളിന്റെ തലയുടെ മണ്ടയിൽ ഒരു കൊട്ടയുണ്ട്, അയാളുടെ പുണ്യപാപങ്ങളുടെ ഒരു കൊട്ടയുണ്ട്. ആ കൊട്ടയിൽ നിന്ന് ഞാൻ പറയുന്നത് കുറ്റമാണെങ്കിൽ അയാളുടെ ആ പാപങ്ങളുടെ ഒരു ശകലം, ഒരു പോർഷൻ എന്റെ പാപ കൊട്ടയിലേക്ക് വന്ന് ചേരും. നമ്മൾ പഠിച്ചിട്ടുണ്ട് പാക്കനാറുടെ കഥ, ഒരട്ടയെ തിന്നാനുള്ള കഥ, മിക്കവാറും നമ്മുടെ അധികത്തെ പ്രഭു പറയാറുള്ള കഥയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ചെയ്യുമ്പോ അഥവാ ഓരോരുത്തരുടെ കുറ്റം പറയുമ്പോൾ, പാപം ചെയ്യല്ല, കുറ്റം പറയാം, നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, കുറ്റം മാത്രമേ പറയുന്നു. അങ്ങനെ കുറ്റം പറയുമ്പോ നമ്മൾ എന്താണ്, ഒരു കൊട്ടയിൽ നിന്ന്, അതാ എക്സ് വേറൊരാളിനെ കുറിച്ചാണ് പറയുന്നത്, അയാൾ ലണ്ടനിലാണ്, അയാളുടെ തലയിൽ നിന്ന് കൊട്ടയിൽ നിന്ന് അഥവാ അയാളുടെ പാപം നമ്മുടെ കൊട്ടയിലേക്ക് വന്ന് ട്രാൻസ്മിറ്റ് ചെയ്യും, അങ്ങനെ വന്ന് പതിക്കും. ഇതിങ്ങനെ ആയിരിക്കും. ഇത് രണ്ടാമത്തെ സ്റ്റേജ് ആണ്. നമ്മൾ അറിയുന്നില്ല ഈ സംഭവം, നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക, കുറ്റം പറഞ്ഞിട്ട് അവൻ അങ്ങനെ, അവൻ ഇങ്ങനെ, അവൻ ഇങ്ങനെ. ഈ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, കേൾക്കുന്ന ബി ഉണ്ടല്ലോ, ബി ഉള്ള പറയണം, എനിക്കറിയാം, അവളെ എനിക്കറിയാം, അല്ലെങ്കിൽ അവനെ എനിക്കറിയാം, അവൻ അങ്ങനെ ചെയ്യൂ, അവന്റെ പഴയ സ്വഭാവം. ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ അതാത് പടി അക്സെപ്റ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ എന്റെ കൊട്ടയിൽ നിന്ന് അടുത്ത പാപം
അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ച പാപത്തിന്റെ ഒരു ഭാഗം അങ്ങോട്ട് പോകും, ബിയിലേക്ക് പോകും, ബിയുടെ തലച്ചോറിലോട്ട് പോകും, അല്ലെങ്കിൽ ബിയുടെ പാപക്കൊട്ടയിലേക്ക് പോകും. അപ്പൊ ഒന്നുകൂടെ പറയാം, ആദ്യം ഞാൻ എ, കേൾക്കുന്ന ആള് ബി, പറയാൻ ഉദ്ദേശിക്കുന്ന ആള് അല്ലെങ്കിൽ ഞാൻ ആരെ കുറിച്ചാണോ പറയുന്നത് എക്സ്, ആ എക്സിന്റെ പാപം ഞാൻ അറിയാതെ എടുത്ത് തലയിൽ വെക്കുക. നമ്മൾ ഓരോരുത്തരെ കുറിച്ച് കുറ്റം പറയുമ്പോൾ ശ്രദ്ധിച്ചോണം, അയാളുടെ പാപം കുറയും. അയാൾ എത്ര മഹാപാപിയാണെങ്കിലും അത് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അയാളുടെ പാപം കുറയും. നമുക്കറിയാം, രാഷ്ട്രീയക്കാരെ കുറിച്ച് നമ്മൾ ദിവസവും കുറ്റം പറയും. നമ്മൾ ചോദിക്കും, ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങേർക്ക് ഒരു കുഴപ്പമില്ല. കാരണം എന്താണ്? അയാളുടെ പാപം മുഴുവൻ നമ്മൾ എടുക്കുകയാണ്. നാട്ടുകാരെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക, അയാൾ അതാണ്, അത് അയാള്. അപ്പൊ അങ്ങനെ എന്താണ്? അയാളുടെ പാപം കുറഞ്ഞുകൊണ്ടിരിക്കും, നമ്മുടെ പാപം കൂടും. ഇങ്ങനെ കൂടിയ പാപം ഞാൻ ബിയിലേക്ക് പറയുമ്പോൾ ബി അത് കേൾക്കുകയാണ്, അങ്ങനെ ബിയിലേക്ക് അത് ട്രാൻസ്മിറ്റ് ആകും. ഓക്കെ, അപ്പൊ അയാൾ അത് അക്സെപ്റ്റ് ചെയ്യണം. യെസ്, ഞാൻ അത് സമ്മതിച്ചിരിക്കുന്നു, അയാൾ പണ്ടേ അങ്ങനെ അല്ല, അവൾ അങ്ങനെയാണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഈ സാധനം അത് ബിയിലേക്ക് പകർന്നു പോകും. ഇതാണ് അടുത്ത സ്റ്റേജ്. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇത് ബി കേട്ടോണ്ടിരിക്കുകയാണല്ലോ. ബി കേട്ടോണ്ടിരിക്കുമ്പോ ബിയുടെ മനസ്സിൽ തോന്നുക, ഓ, ഇയാൾ അവനെ കുറിച്ച് ഭയങ്കര കുറ്റം പറയും, ഇയാൾ ആരാന്ന് എനിക്കറിയാം, പിന്നെ ഒരു കുഴപ്പവും ചെയ്തില്ല, ബന്മാരുടെ ഓരോ പരിപാടി. ഇത് പറയുന്നില്ല, ബി പറയുന്നില്ല, മനസ്സിൽ മാത്രം വിചാരിച്ചാൽ മതി. ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ ഇയാളെ എനിക്കറിയാം, പിന്നെ ഇയാളൊരു സത്യവാദി, ഇയാൾ പാലിൽ പുഴുങ്ങിയ ആളല്ലേ, ഒരു തെറ്റും ചെയ്യാത്ത ആള്, അയാൾ എക്സിനെ കുറിച്ച് കുറ്റം പറയുന്നു എന്ന് വിചാരിക്കുകയാണെങ്കിൽ നേരത്തെയുള്ള പാപങ്ങൾ നമ്മൾ പറയുന്ന 4 തരത്തിലാണ് പാപം അഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന്, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട്, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്, പിന്നെ റിലേഷൻഷിപ്പ്, ബന്ധങ്ങള് നമ്മൾ ഒലഞ്ഞു പോകും. ഈ 4-ൽ ഏതെങ്കിലും നമ്മൾ ബാധിക്കുള്ളൂ, ആദ്യം പറഞ്ഞ 2 സ്റ്റേജ്. എന്നാൽ മൂന്നാമത് പറഞ്ഞ ഈ സ്റ്റേജ് ഉണ്ടല്ലോ, ഇതാണ് ഖതർനാക് സ്റ്റേജ്. ഈ സ്റ്റേജിൽ നമ്മൾ ഒരാളെ കുറിച്ച് മനസ്സിൽ ഇങ്ങനെയാണ് വിചാരിക്കുന്നതെങ്കിൽ ഇയാൾക്ക് ഓൾറെഡി ഈ പറഞ്ഞ പാപങ്ങളെല്ലാം ത്തിന്റെ ഭാഗം വന്നു കഴിഞ്ഞു. എക്സ് ചെയ്ത പാപം ഇയാൾക്ക് കിട്ടിക്കഴിഞ്ഞു. പക്ഷേ ഇതിൽ ആദ്യം പറഞ്ഞതിലെ 4 ഏതെങ്കിലും ഒന്നേ വരുവുള്ളായിരുന്നു. പക്ഷെ ഇയാള് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ 4 വരികയും ചെയ്യും, പ്ലസ് ഇവൻ ചെയ്ത എല്ലാ പാപവും കിട്ടുകയും ചെയ്യും. അപ്പോ നമ്മൾ സാധാരണ പാപമാണ് ചെയ്യുന്നെങ്കിൽ ഒരാളെ കുറ്റം പറയുകയാണെങ്കിൽ ഒന്നുകിൽ നമ്മുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരും, അല്ലെങ്കിൽ സമ്പത്ത് പോകും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഖരാബ്. ഇതെല്ലാം ഓരോന്നോരോന്നേ വരുള്ളൂ. എന്നാൽ ഒരാളെ കുറിച്ച് മനസ്സിലാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ അപ്പാടെ തീർന്ന കാര്യം. ഓക്കെ, ഇതാണ് അടുത്ത സ്റ്റേജ്, മൂന്നാമത്തെ സ്റ്റേജ്. ഇനി 4ാമത് ഒരു സ്റ്റേജ് കൂടെ ഉണ്ട്, ഇതിനേക്കാൾ ഒരു ശകലം കൂടെ കൂടിയത്. അതായത് ചിലർ കേൾക്കുന്നുണ്ടേ അല്ലെ പറയുന്നുണ്ട്, ഇപ്പൊ ഞാനാ പറയുന്നത്, ഞാനാണ്, ബി കേൾക്കുന്ന ആളാണ്. ഈ 2 പേരും കൂടെ കൂടി അതിന് പൊടുപ്പും തൊങ്ങലും കൂടെ വെച്ച് പറയാം, എക്സാജറേറ്റ് ചെയ്ത് പറയുക. അതായത് അവന് നടന്ന സംഭവത്തിനേക്കാളിലും കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത്, കുറച്ചുകൂടെ ഒന്ന് പഫപ്പ് ചെയ്ത് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണെങ്കിൽ, എക്സാജറേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഇതുവരെ നേടിയിരുന്ന പുണ്യങ്ങൾ മൊത്തം എന്റെ കൊട്ടയിൽ നിന്ന് പോകും. മറിച്ച് എനിക്ക് ഈ മോളി പറഞ്ഞ 4 പാപങ്ങൾ ഏൽക്കുകയും ചെയ്യും. ഒപ്പം ഞാൻ ആരെക്കുറിച്ചാണോ പറഞ്ഞ് അവന്റെ പാപങ്ങൾ മുഴുവൻ ഇനി ഞാൻ ഏൽക്കേണ്ടി വരും. അത് 2 പേരും തമ്മിൽ ഷെയർ ചെയ്യണം. ആരൊക്കെ തമ്മിൽ? ഞാനും ബി എന്ന നിങ്ങളും. അപ്പോ നമ്മൾ ഓരോ കർമ്മം ചെയ്യുമ്പോഴും ഓരോ കുറിച്ചും കുറ്റം പറയുമ്പോൾ 4 സ്റ്റേജിലാണ് വരുന്നത്. അത് ഒന്നുകിൽ സാമ്പത്തികമാകാം, അല്ലെങ്കിൽ ശാരീരികമാകാം, മാനസികമാകാം, റിലേഷൻഷിപ്പ് ആകാം. ഇത് നമ്മൾ ശ്രദ്ധിച്ചാല് നമുക്ക് ഭക്തന്മാരുടെ ഇടയിലും ബാക്കിയുള്ള സാധാരണക്കാരുടെ ഇടയിലും നമുക്ക് വളരെ ഭംഗിയായി സംസാരിക്കാം. കഴിവതും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാതിരിക്കുക. കുറ്റങ്ങൾ ഉണ്ടായിരിക്കാം, അപ്പൊ നമ്മൾ ഇതിന്റെ സൊല്യൂഷൻ എന്താ ചോദിക്കുക, അപ്പൊ ഒന്നും കുറ്റം പറയണ്ടേ, കുറ്റം ഒന്നും കേൾക്കണ്ടേ? അതിന്റെ സൊല്യൂഷൻ ഇതാണ്. അങ്ങനെ ആരെങ്കിലും സംസാരിക്കാൻ വരുമ്പോ അവരോട് 3 ചോദ്യങ്ങൾ ചോദിക്കുക. 3 ചോദ്യങ്ങൾ ഇതാണ്. ഫസ്റ്റ്, നിങ്ങൾ ഈ പറയാൻ പോകുന്ന കാര്യം സത്യമാണോ? ആർ യു ഷുവർ? നിങ്ങൾക്ക് ഇത് 100% ഇത് തീർച്ചയുണ്ട് ഈ കാര്യം ശരിയോ തെറ്റോ എന്ന്? അങ്ങനാണെങ്കിൽ പറയുക. ഫസ്റ്റ്, അത് സത്യമായിരിക്കണം. 2, ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ശരി, എങ്കിൽ പറയാം. ഈ കാര്യം കേട്ടാൽ എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? എങ്കിലും കേൾക്കാം. ഇങ്ങനെ 3 കാര്യത്തിനും യെസ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം കേൾക്കാം, ഷെയർ ചെയ്യാം. ഉദാഹരണം, ഭഗവാന്റെ കഥകൾ പറയാണ്. ഭഗവാന്റെ കഥകളാണ് ഷെയർ ചെയ്യുന്നെങ്കിൽ എന്താണ് അതിൽ സത്യമാണ്. കാരണം ഭാഗവതം ഭഗവത്ഗീത ഒക്കെ പറയുന്നുണ്ട്, പുരാണങ്ങളിൽ നിന്നാണ് കഥ പറയുന്നത്. ആ കഥ കേട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, സത്യമാണ്.
രണ്ടാമത് എന്താണ്? ഇത് പറയുന്ന ആളെന്തെങ്കിലും ഭഗവത് കഥകൾ ആര് പറയുന്നു അവർക്ക് അതിന്റെ പുണ്യമുണ്ട്, കേൾക്കുന്ന ആളിനും അതിന്റെ പുണ്യമുണ്ട്. അപ്പോ ഫസ്റ്റ് ഇത് സത്യമാണോ? രണ്ട്, ഇത് പറയുന്ന ആളിന് അതിന്റെ പുണ്യമുണ്ടോ? കേൾക്കുന്ന ആളിന് അതിന് പുണ്യമുണ്ടോ? ഇങ്ങനെ 3 കാര്യങ്ങള് യെസ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് കേൾക്കാം. ഈ 3 കാര്യത്തിന് നോയാണ് ആൻസർ എങ്കിൽ ഐ ഡോണ്ട് വാണ്ട്, എനിക്കത് കേൾക്കണ്ട എന്ന് പറഞ്ഞ ആ ഭാഗത്തുനിന്ന് സ്ഥലം വിടും. ഇതാണ് എന്റെ സൊല്യൂഷൻ. ഇതാണ് കർമ്മത്തെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഭാവാർത്ഥത്തിലേക്ക് പോകാം. ശരീരസ്ഥനെങ്കിലും അല്ലെങ്കിലും എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് ജീവാത്മാവിന്റെ സ്വഭാവം. ഫസ്റ്റ് പോയിന്റ്. അപ്പൊ നമ്മൾ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, ആരുടെയെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. ശ്രദ്ധിക്കുക എങ്ങനെ ചെയ്യണമെന്ന്. ആത്മാവിന്റെ സാന്നിധ്യം കൂടാതെ ശരീരത്തിന് ഇളകാൻ കഴിയില്ല. ഈ ശരീരം ഇളകണമെങ്കിൽ എന്ത് വേണം? ആത്മാവ് ഉണ്ടായിരിക്കണം, ശരി, ഇല്ലെങ്കിൽ ശവമാണ്. സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു നിമിഷം പോലും നിഷ്ക്രിയമാകാൻ വയ്യാത്തതുമാണ് ആത്മാവ്. അപ്പൊ ആത്മാവിന് ശരീരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. കാരണം എന്താണ്? ശരീരം മരിച്ചു കഴിഞ്ഞാലും ആത്മാവ് ശരീരം വിട്ടു കഴിഞ്ഞാലും ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. പുണ്യാത്മാവാണെങ്കിൽ ആത്മീയ ശരീരം കിട്ടും, ഇല്ലെങ്കിൽ പാപങ്ങൾ അനുഭവിക്കേണ്ട ഒരു ശരീരം കിട്ടും. അതിന്റെ പേരങ്ങ് മറന്നുപോയി, ഞാൻ ഓർത്തിട്ട് പറയാം. അപ്പൊ ഇങ്ങനെ 2 തരത്തില്, ഏത് തരത്തിലായാലും നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, ശരീരം ഉണ്ടോ ഇല്ലയോ എന്ന്. അതാണ് ആ പോയിന്റ്. ആത്മാവിനാൽ പ്രവർത്തിക്കപ്പെടേണ്ട ഒരു ജഡമാണ് ശരീരം. അതുകൊണ്ട് കൃഷ്ണാബോധമായ സത്കർമ്മങ്ങളിൽ ഏർപ്പെടാത്ത പക്ഷം ആത്മാവ് മായാശക്തിയാൽ പ്രീതനായി പ്രവർത്തനങ്ങളിൽ മുഴുകിയേക്കും. അപ്പൊ എന്ത് ചെയ്യണം? ഭഗവാന്റെ കാര്യങ്ങളും ഭഗവാന്റെ നാമരൂപ ഗുണലീലകളല്ല ചർച്ച ചെയ്യുന്നെങ്കിൽ ഇത് നമ്മൾ അറിയാതെ മുമ്പേ പറഞ്ഞ കുറ്റം പറഞ്ഞ ലിസ്റ്റിലേക്ക് ഈ സംഭവം വിടും. അതാണ് മായാശക്തി എന്ന് പറഞ്ഞത്. പ്രവർത്തനത്തിലേക്ക് മുഴുകും. ഭൗതിക ശക്തിയുമായുള്ള സമ്പർക്കത്താൽ ആത്മാവ് ത്രിഗുണങ്ങൾ കൈക്കൊള്ളും. അങ്ങനെയാണ് ത്രിഗുണങ്ങളുടെ ശക്തിയിൽ നമ്മൾ പെടുന്നത്. മായ അഥവാ ത്രിഗുണങ്ങളില് നമ്മൾ എങ്ങനെയാണ് പെടാനുള്ളത്? കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും അറിയുന്നില്ല. എയും ബിയും തമ്മിലാണ് ചർച്ച ചെയ്യുന്നത്. എക്സിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് ചുമ്മാതെ ബി എന്ന് പറയുന്ന ആൾ കേട്ടതേ ഉള്ളൂ, അവന്റെ മനസ്സിൽ ഏതാണ്ടൊക്കെ തോന്നിയുള്ളൂ. പക്ഷെ 4 തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് ഹരേ കൃഷ്ണ. ഇത്തരം പ്രവണങ്ങളിൽ നിന്ന് ആത്മാവിനെ ശുദ്ധീകരിക്കാൻ ശാസ്ത്രവിധിക്കനുസരിച്ചുള്ള നിർദ്ദിഷ്ട കർമ്മങ്ങൾ നിറവേറ്റുകയാണ് ആവശ്യം. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ അബദ്ധത്തെ പറ്റി ഇപ്പോഴാണ് നമ്മൾ ഈ കർമ്മത്തിന്റെ കുഴപ്പങ്ങളൊക്കെ മനസ്സിലാകും. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഭഗവാന്റെ നാമരൂപ ഗുണലീലകൾ ചർച്ച ചെയ്താൽ മാത്രം മതിയേ ഉള്ളൂ. എന്താണ്? നമ്മുടെ ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും, എല്ലാ പാപങ്ങളും നമുക്ക് മുക്തമാകാൻ കഴിയും. എപ്പോഴും ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടുക. എന്തെങ്കിലും കഥകൾ പറയണോ, എന്തെങ്കിലും കാര്യങ്ങൾ പറയണോ, ഭഗവാന്റെ കഥകൾ ഉദാഹരണ സഹിതം പറഞ്ഞ് കഥയിലേക്ക് പോവുക. എന്നാൽ കൃഷ്ണാബോധപരമായ തന്റെ സ്വാഭാവിക പ്രവർത്തനങ്ങളിലാണ് ആത്മാവ് ഏർപ്പെട്ടിരുന്നെങ്കിൽ ചെയ്യുന്നത് എന്ത് തന്നെയായാലും നന്മയ്ക്ക് അത് ഭവിക്കും. കാരണം എന്താണ്? എപ്പോഴും ഭഗവാന്റെ കഥകളും ഭഗവാന്റെ സേവനങ്ങളുമാണ് നമ്മൾ ചെയ്യുന്നെങ്കിൽ അത് നന്മയ്ക്ക് മാത്രമേ ഭവിക്കുള്ളൂ. ഇടയ്ക്ക് എന്തെങ്കിലും തിന്മ പറ്റിയാൽ പോലും എന്താണ്? നമ്മൾ എപ്പോഴും ഭഗവാന് വേണ്ടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ അഥവാ ആരുടെങ്കിലും കുറ്റങ്ങൾ പറഞ്ഞു പോയെങ്കിൽ പോലും അത് നമുക്ക് നന്മയിലേക്ക് നയിക്കും. ഈ ഒരു പോയിന്റ് വെച്ച് ആരും പറയരുത്, ഞാൻ അവന്റെ കുറ്റം പറഞ്ഞു ഉടനെ ഒരു ഭഗവാന്റെ കഥയും പറഞ്ഞു ഞാൻ അങ്ങനെ രക്ഷപ്പെടാൻ. ആരും അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. അതിന് വിപരീത ഫലമായിരിക്കും കിട്ടാൻ പോകുന്നത്. അതിന്റെ കഥകൾ നമുക്ക് താഴെ പറയാം. ശ്രീമദ് ഭാഗവതം 1-ാമത്തെ സ്കന്ധം 5-ാമത്തെ അധ്യായം 17-ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, ത്യക്ത്വാ സ്വധർമ്മം ചരണാംബുജം ഹരേർ ഭജന്ന അക്വാവോ അഥപതേത് അതേയതി യത്ര ക്വാഭാ അഭവദ്രം അമൂക്ഷികം കോവർദ്ധ ആപ്തോ ഭജതാം സ്വധർമ്മതഃ. കൃഷ്ണാവബോധം സ്വീകരിച്ചവൻ തനിക്ക് ശാസ്ത്രപ്രകാരം നിർവഹിക്കേണ്ട കൃത്യങ്ങൾ ചെയ്യുകയോ ഭക്തിപൂർവമായ സേവനം ഉചിതമാം വിധം അനുഷ്ഠിക്കുകയോ ഉണ്ടായില്ലെന്നിരിക്കട്ടെ. വളരെ ശ്രദ്ധിച്ചു കേൾക്കണം ആ പോയിന്റ്. ഒരു കൃഷ്ണാബോധം ഒരാൾക്ക് കിട്ടി. അയാൾ എന്താണ്? തനിക്ക് ലഭിച്ചിട്ടുള്ള കുറെ ശാസ്ത്രപരമായിട്ടുള്ള കുറെ ധർമ്മങ്ങളുണ്ട്, അത് നിർവഹിക്കുന്നില്ല. ഭക്തിവിധ സേവനങ്ങളും ചെയ്യാൻ ഒരുപക്ഷെ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ കൃത്യങ്ങൾ ചെയ്യുകയോ ഭക്തിപൂർവമായ സേവനം ഉചിതമാം വിധം അനുഷ്ഠിക്കുകയോ ഉണ്ടായില്ലെന്നിരിക്കട്ടെ, ഉന്നത നിലവാരത്തിൽ നിന്ന് ഏറെ താഴ്ന്നു പോയെന്നിരിക്കട്ടെ. അയാൾ നല്ല ഹൈ സ്റ്റാറ്റസിൽ ഇരിക്കുകയായിരുന്നു, നല്ല ശുദ്ധഭക്തൻ എന്നുള്ള നിലയിലിരിക്കുകയായിരുന്നു. അയാൾക്കൊന്നും നഷ്ടപ്പെടുകയോ ദോഷമുണ്ടാകുകയോ ചെയ്യില്ല, അയാൾക്കൊന്നും സംഭവിക്കില്ല എന്നാ പറയുന്നത്. കാരണം എന്താണ്? മറിച്ച്
കൃഷ്ണാവബോധം ഉദിച്ചിട്ടില്ല ഒരാൾ ശാസ്ത്രവിധി പ്രകാരം അനുസരിച്ച് എല്ലാ ശുദ്ധീകരണ പ്രവർത്തനങ്ങളും നിറവേറ്റിയാൽ തന്നെ എന്ത് ഫലം? അതുകൊണ്ട് എന്ത് ഫലം എന്നാ ചോദിക്കും. ഇപ്പോ ഇവിടെ നമുക്കറിയാം പലരുടെയും കഥകൾ. ഭഗവാന്റെ നല്ല ഭക്തന്മാരായിരുന്ന കുറച്ചുനാൾ നല്ല ഭക്തിയുത സേവനം ചെയ്യും, അവസാനത്തിൽ നഷ്ടപ്പെടുകയും പോയവരെ ഭഗവാൻ രക്ഷിച്ച കഥകൾ അറിയാം. അജാമിളിന്റെ കഥ. അജാമിളിന് വളരെ ചെറുപ്പത്തിൽ നല്ല ഭക്തനായിരുന്നു. അച്ഛനോടൊപ്പം എല്ലാ ബ്രാഹ്മണിക്കൽ ക്വാളിറ്റീസും അനുസരിച്ച് എല്ലാം നല്ല ശുദ്ധഭക്തിയുടെ വഴിയിലാണ് പോയത്. പക്ഷെ ഇടക്കാലത്ത് ഒരു 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 പ്രോസ്റ്റിറ്റ്യൂട്ടുമായിട്ട് കണക്റ്റിനായി, അങ്ങനെ കുറെ കുട്ടികളുണ്ടായി. അവസാനം നാരായണനെന്ന് അറിയാതെ വിളിക്കുന്നു. അജാമിളിന്റെ കഥ നമുക്കറിയാം. അതിനകത്ത് നമ്മൾ പഠിക്കേണ്ട പാഠം ഇതാണ്: എത്രത്തോളം ഭക്തിയുത സേവനം ചെയ്തു, അവസാന നിമിഷം ഭഗവാൻ അവനെ കൈവിടില്ല. അഥവാ ഒരു ശകലം ഫ്ലോപ്പായാൽ പോലും. വിശ്വാമിത്രന്റെ കഥ തന്നെയാണ്. വിശ്വാമിത്ര ഋഷി വളരെ ഭംഗിയായിട്ട് നല്ല ഭക്തനായിരുന്നു. പക്ഷേ എന്താണ്, ഒരു മേനക എന്ന് പറയുന്ന ഒരു അപ്സരസ് വരികയും അയാളുടെ തപസ് മുടക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കും, അയ്യോ അയാൾ തപസ് മുടങ്ങിയല്ലോ, ഇനിയപ്പോൾ ഇല്ല. അയാൾ തപസ് മുടങ്ങിയെന്ന് വിചാരിച്ച് അയാളുടെ ഭക്തിയുടെ സേവനങ്ങൾ ഒരിക്കലും നഷ്ടമായിട്ടില്ല. അയാളെ പിന്നെ ആരും ഋഷി എന്നല്ലാതെ അയാളെ ചണ്ടാലെന്നോ അയാൾ എന്താണ് തേർഡ് ക്ലാസ് ഋഷി എന്നൊന്നുമില്ല. ഇപ്പോഴും വിശ്വാമിത്ര ഋഷി എന്ന് തന്നെയാണ് പ്രശ്നം. വിശ്വാമിത്ര മുനി എന്ന് തന്നെയാണ് പറയുന്നത്. അയാളെ മുനിന്നോ ഋഷി എന്നുള്ള സ്റ്റാൻഡേർഡ് അയാൾ താഴെ വന്നിട്ടില്ല. എന്നാൽ കുറച്ച് സമയത്തേക്ക് താഴെ വരും. ഈ പറഞ്ഞ പോയിന്റ് വളരെ ശ്രദ്ധിക്കണം. അതായത് നമ്മളതൊക്കെ പറയുകയാണ്, ഞാൻ ഭക്തിയുത സേവനങ്ങളൊക്കെ മുന്നോട്ട് പോയാലും ഞാൻ തെറ്റുകളൊക്കെ ചെയ്താലും ഭഗവാൻ എന്നോട് ക്ഷമിച്ചേക്കും. അങ്ങനെ ഒരു ധാരണയോടാണ് ചെയ്യുന്നെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞ കർമ്മങ്ങളുടെ 4 ഭാഗങ്ങളുണ്ട്. ആ 4 കൂട്ടം കാര്യങ്ങൾ നമ്മളെ അഫക്റ്റ് ചെയ്യും. അപ്പോ ഇവിടെ വേറൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണിത്. അതായത് അയാൾക്കൊന്നും നഷ്ടപ്പെടുക, ദോഷമുണ്ടാകുകയോ ചെയ്യുന്നില്ല. ആർക്ക്? ശുദ്ധഭക്തനും വൈഷ്ണവനും. മറിച്ച് കൃഷ്ണാവബോധം ഉദിച്ചിട്ടില്ലാത്ത ഒരാൾ ശാസ്ത്രവിധി അനുസരിച്ച് എല്ലാ ശുദ്ധീകരണ പ്രവർത്തനങ്ങളും നിറവേറ്റിയാൽ തന്നെ എന്ത് ഫലമെന്ന് ചോദിക്കുന്നു. അതായത് അത് ബ്രാഹ്മണരെ ഉദ്ദേശിച്ചാണ്. ബ്രാഹ്മണര് കൃഷ്ണൻ ആണ് സുപ്രീം പേഴ്സണാലിറ്റി എന്ന് അവർ വിശ്വസിക്കുന്നില്ല. അവര് നാരായണ ലെവൽ അഥവാ വൈകുണ്ഠ ലെവൽ വരെ അവര് പോകുന്നുള്ളൂ. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രാഹ്മണർക്ക് പണ്ട് കിട്ടിയ ശാപമാണ്. ആ ശാപത്തിന്റെ കഥയിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോ എല്ലാ ശുദ്ധീകരണ പ്രവർത്തനങ്ങളും നിലനിൽക്കുന്ന അവരെന്താണ്, എല്ലാം നീ ഇങ്ങോട്ട് മാറുന്നില്ല, എന്നെ തുടരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. വളരെ ശുദ്ധീകരണ പ്രവർത്തനം അവർ എക്സ്പേർട്ടാണ് ബ്രാഹ്മൺസ്. നമ്മൾ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാം ബ്രാഹ്മൺസ് എങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്നത്. എന്നാല് അപ്പോൾ കൃഷ്ണാവബോധത്തിൽ ഈ നിലയിലെത്തുന്നതിന് ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ഒരു വൈഷ്ണവനാകാൻ എന്താണ്, ഈ ശുദ്ധീകരണ പ്രവർത്തനങ്ങളും ആവശ്യമാണ്. പക്ഷേ വ്യത്യാസം എന്താണെന്നാൽ സന്യാസം ഉൾപ്പെടെയുള്ള ശുദ്ധീകരണ ചടങ്ങുകളെല്ലാം കൃഷ്ണാവബോധമാകുന്ന അന്തിമ ലക്ഷ്യം പോകുവാൻ സഹായിക്കുന്നതേ ഉള്ളൂ. കൃഷ്ണാവബോധം ഇല്ലാത്ത പക്ഷം ഏതൊന്നും പരാജയമാണ്. ഇവിടെ ഒരു വൈഷ്ണവനും ഒരു നാരായണ ഭക്തനും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. എന്താണ് വൈകുണ്ഠ ലോകവും എന്താണ് ഗോലോകം തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഈ നാരായണ ഭക്തൻ അഥവാ ബ്രാഹ്മണൻ, അവരെ ഞാൻ കുറച്ച് കാണിക്കുകയല്ല, അതിന്റെ ഒരു ഭാഗം. അങ്ങനെ ചില ആൾക്കാരുണ്ട്. അതായത് നമ്മൾ എപ്പോഴും പറയാറില്ല, പ്രഭുപാദിന്റെ ഏത് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ മായാവാദികളെ കുറിച്ച് പറയും. അവര് മോശമെന്നല്ല, അവർ ആ രീതിയിലാണ് പോകുന്നത്, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തൊന്നും കൺസെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല നമ്മൾ വളരെ മികച്ച ആൾക്കാരായിട്ട് മറ്റൊരു മോശം അങ്ങനെയൊന്നുമില്ല. അത് കുറ്റം പറയുന്നതിന്റെ ഒരു ലിസ്റ്റ് വരും, അതുകൊണ്ട് അങ്ങനെ പറയരുത്. നമ്മളിവിടെ അതിന്റെ അനാലിസിസ് മാത്രമേ ചെയ്യുന്നുള്ളൂ, അവരെ ക്രിട്ടിസൈസ് ചെയ്യല്ല, അവരെ കുഴപ്പം പറയില്ല. രണ്ടിന്റെ സ്റ്റാൻഡേർഡ് തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് വിഷ്ണു ഭഗവാന്റെ ആ ഒരു അമൂർത്ത ഭാവം, നാരായണ ഭാവം, നമ്മൾ എപ്പോഴും പറയാവുന്ന ഭഗവാൻ കംപ്ലീറ്റ് ആണ്. അങ്ങനെ ഭഗവാൻ കംപ്ലീറ്റ് ആണെങ്കിൽ ആ ഭഗവാൻ നമ്മൾക്ക് പെർസെൻറ്റേജ് കൊടുക്കുക 100% കംപ്ലീറ്റ്. പെർസെൻറ്റേജ് ഇട്ട് കഴിഞ്ഞാൽ 100% കംപ്ലീറ്റ്. അപ്പൊ അങ്ങനെയാണ് വിഷ്ണുവിന്റെ ക്വാളിറ്റീസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 93% കിട്ടുന്നുള്ളൂ. എന്നാൽ അടുത്ത ലോകമാണ് ശൈവലോകം. മഹാദേവന്റെ കാലത്തേക്ക് അല്ലെങ്കിൽ ശിവന്റെ കാലത്തേക്ക് വരികയാണെങ്കിൽ ആ ലോകത്തേക്ക് വരികയാണെങ്കിൽ 84% ഉള്ളൂ. എന്നാൽ ബ്രഹ്മാവിന്റെ സൈഡിലേക്ക് വരുവാണെങ്കിൽ 78% ഉള്ളൂ. നമ്മൾ മുമ്പേ പറഞ്ഞു ഉറുമ്പിനും ബ്രഹ്മാവിനും. അപ്പൊ ഇത് രണ്ടും എന്താണ്, സാധാരണ യോനികളാണ്. അതായത് ഈ ഉറുമ്പിന് വേണമെങ്കിൽ അടുത്ത ജന്മത്തില് ഒരു ബ്രഹ്മാവാകാം, അല്ലെങ്കിൽ എത്രയും കഴിയുമ്പോൾ. അപ്പൊ അങ്ങനെ അവർക്ക് എല്ലാവർക്കും 78% ഉള്ളൂ. ഇതിലൊക്കെ താഴെയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ താഴെയുള്ള പെർസെന്റ് ആയിരിക്കും. ഒരു ഭക്തൻ എത്ര ശ്രമിച്ചാലും ബ്രഹ്മാവിന് മുകളിലേക്ക് പോകില്ല, കാരണം ഭക്തിയുടെ സേവനത്തിൽ. എന്നാൽ അയാൾ ഒരു വൈഷ്ണവനാണെങ്കിൽ അയാൾക്ക് ഈ പറയുന്ന എന്താണ് വൈകുണ്ഠ ലോകം കഴിഞ്ഞിട്ട് കൃഷ്ണലോകം വരെ അഥവാ ഗോലോക വൃന്ദാവനത്തിൽ വരെ ചെല്ലാൻ കഴിയും.
ഒരിക്കൽ കൂടെ പറയാം, ഗോലോക വൃന്ദാവനം കൃഷ്ണനാണ് 100%. വൈകുണ്ഠം എന്ന് പറയുന്ന വിഷ്ണു ലോകം എന്ന് പറയുന്നിടത്ത് 93% ഉള്ളൂ. ശിവലോകം എന്ന് പറയുന്നിടത്ത് ശിവന് 84% ഉള്ളൂ. ബ്രഹ്മലോകത്തിന് അല്ലെങ്കിൽ ബ്രഹ്മാവിന്റെ സത്യലോകത്തില് 78% വരെ ഉള്ളൂ. ഇതിന് താഴെയാണ് സ്വർഗം. സാധാരണ ആൾക്കാർ പറയുന്ന സ്വർഗവും നരകവും നമുക്കറിയാം. നരകലോകങ്ങളെ കുറിച്ച് പറയാം. എന്താണ്? അത്തല, വിതല, സുതല, തലാതല, മഹാതല, രസതല, പാതാള. ഈ ലോകങ്ങളും താഴേന്ന് മുകളിലോട്ട്, ഭൂമിയോട്ട് മേളോട്ട് ഭൂർഭുവർ, സ്വർഗം, മഹർലോകം, ജനസ്ലോകം, തപസ്ലോകം, സത്യലോകം. ഇങ്ങനെ ഈ സത്യലോകം ബ്രഹ്മാവിന്റെ ലോകം വരെ പോയി കഴിഞ്ഞാൽ 7 14 ലോകങ്ങളെ കുറിച്ച് പറയുന്നുള്ളൂ. ഈ 14 ലോകങ്ങൾക്ക് മുകളിലാണ് ഏത്? വൈകുണ്ഠ ലോകം. അപ്പൊ ഒരു ചോദ്യം വരും, ഏറ്റവും നല്ല സ്ഥലം ഏത്? ഏറ്റവും പുണ്യമായിട്ടുള്ള സ്ഥലം ഏതാന്ന് ചോദിക്കും. അതാണ് നമ്മൾ പറയും, ഏറ്റവും പുണ്യപ്പെട്ടതാണ്, കുണ്ടങ്ങളൊന്നും ഇല്ലാത്ത വൈകുണ്ഠമാണെന്ന് പറയും. അങ്ങനെ വൈകുണ്ഠമാണെങ്കിൽ, വൈകുണ്ഠ ലോകമാണെങ്കിൽ, ഏറ്റവും വലിയ, ഏറ്റവും ടോപ്പായിട്ടുള്ളത് വൈകുണ്ഠമാണെങ്കിൽ അതിന് താഴെ പിന്നെ ബാക്കിയുള്ള ലോകങ്ങളുള്ളൂ. അപ്പൊ ഏറ്റവും കുണ്ടങ്ങളില്ലാത്ത ലോകം, ഏറ്റവും ഐശ്വര്യപൂർണമായ ലോകം എന്താണ്? വൈകുണ്ഠ ലോകം. ഈ വൈകുണ്ഠ ലോകത്തിനും അപ്പുറം ഒരു ലോകമുണ്ടെന്ന് ബ്രാഹ്മണർക്ക് കൺസെപ്റ്റ് ഇല്ല. അവരുടെ ഏറ്റവും വലിയ കാര്യം വൈകുണ്ഠം വരെയാണ്. എന്നാൽ വൈഷ്ണവർക്കറിയാം ഇതിനും അപ്പുറം എന്താണ്? രാധാകൃഷ്ണന്മാരുടെ ലോകമുണ്ട്. അവിടെയാണ് എന്താണ്? ഭഗവാന്റെ വാസസ്ഥലം, കൃഷ്ണന്റെ വാസസ്ഥലം ഗോലോക വൃന്ദാവനം. ഇത് തമ്മിലുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. അതായത് ഇനി ഒരു ചോദ്യം കൂടെ വരും. അപ്പൊ എന്താണ് ഭഗവാൻ ഇത്രയും കംപ്ലീറ്റ് എന്ന് പറയുന്നത്? 100% കംപ്ലീറ്റ്. 100% കംപ്ലീറ്റ് എന്ന് പറയാൻ കാരണം ഭഗവാന്റെ ക്വാളിറ്റീസ് 64 ക്വാളിറ്റീസ് ആണ് പറയുന്നത്. അതായത് വിഷ്ണുവിനായാലും കൃഷ്ണനായാലും ഈ 64 ക്വാളിറ്റീസ് കൂടാതെ ശ്രീകൃഷ്ണന് 4 എക്സ്ട്രാ ക്വാളിറ്റീസ് ഉണ്ട്. 64 ക്വാളിറ്റീസ് വിഷ്ണുവിനും ഉണ്ട്, 64 ക്വാളിറ്റി കൃഷ്ണനും ഉണ്ട്. ഇതിന് പുറമെ, ഇതിന് അഡീഷൻ ആയിട്ട് നമ്മൾ ഗോലോക വൃന്ദാവനത്തിന്റെ മാഹാത്മ്യത്തെ കുറിച്ചാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് മാഹാത്മ്യം, അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ എന്തുകൊണ്ടാണ് കൂടുതൽ മാഹാത്മ്യം എന്നുള്ളത് പറയാനായിട്ട് 4 എക്സ്ട്രാ ക്വാളിറ്റീസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞത് രൂപമാധുരി. ഭഗവാൻ നിൽക്കുന്ന ഒരു സ്റ്റൈലുണ്ട്. കാലെല്ലാം കൂടെ പിണച്ചിട്ട്, നടുവൊന്ന് ചരിച്ച്, മുട്ടൊന്ന് വളച്ച്, പിന്നൊന്ന് പെടലി ഒന്ന് ചരിച്ച്, ഓടക്കുഴന്ന് ഇങ്ങനെ ചരിച്ച്, ഇങ്ങനെ എങ്ങനെ തീടാ മൂടയാണ്. അതായത് വളഞ്ഞാണ് ഇരിക്കുന്നത്. ഈ ഒരു സ്റ്റൈല് ഏത്? രൂപമാധുരി. ഭഗവാന്റെ അത്രയും സൗന്ദര്യം ആർക്കുമില്ല. ഹീസ് ദ കംപ്ലീറ്റ് ബ്യൂട്ടി. ഭഗവാനാണ് പരിപൂർണ സുന്ദരൻ. ഇതിനപ്പുറം ഒരു ബ്യൂട്ടി ആരുമില്ല. അങ്ങനെ രൂപമാധുരിയാണ് ഫസ്റ്റ് പോയിന്റ്. അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഭഗവാന്റെ എക്സ്ട്രാ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, കൃഷ്ണന്റെ എക്സ്ട്രാ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ലീലമാധുരി. ഈ ലീലകൾ അത്രയും ഭഗവാനാണ് ചെയ്തത്. നമ്മൾ റോങ് കൺസെപ്റ്റ് ഉണ്ട്. എന്താണ്? വിഷ്ണുവിന്റെ ഒരു അവതാരമാണ് കൃഷ്ണൻ, അങ്ങനാണ് ഇങ്ങനെയാണ്. അല്ല, കൃഷ്ണൻ മാത്രമേ ഇത്രയും ലീലകൾ ചെയ്യാറുള്ളൂ. വേറെ ഒരാളും വിഷ്ണുവിന്റെ ഒരു കാര്യങ്ങളും ഈ ലീലയില് ഉൾപ്പെടുത്താറില്ല. അപ്പൊ ഈ ലീലകൾ നടത്തിയത് മുഴുവനും കൃഷ്ണനാണ്. ഇത്രയും ഭംഗിയായിട്ട് ലീലകൾ നടത്താൻ പുഞ്ചിരിച്ചുകൊണ്ട് നിർത്താൻ വേറെ ആർക്കും കഴിയില്ല. അങ്ങനെയാണ് രണ്ടാമത്തെ ക്വാളിറ്റി ലീലാമാധുരി. മൂന്നാമത്തെ ക്വാളിറ്റിയാണ് പ്രേമമാധുരി. ഭഗവാൻ എല്ലാരെയും സ്നേഹിക്കാൻ അറിയാം. സ്നേഹം മാത്രമേ ഉള്ളൂ. ഈവൻ ശാപം കൊടുത്ത ഗാന്ധാരിക്ക് പോലും പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചു. സ്നേഹത്തോട് പറഞ്ഞു, താങ്ക് യു, സന്തോഷം, ഞാനിത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇങ്ങനെ എപ്പോഴും പുഞ്ചിരിയോടുകൂടി എല്ലാവരോടും സ്നേഹം കാണിക്കുന്നു. അതിനകത്ത് പറയുന്നത് അത് സൗന്ദര്യം ഉണ്ടോ ഇല്ലയോ ഒന്നും നോക്കിയല്ല ഭഗവാൻ ആരെയും സ്നേഹിക്കുന്നത്. കാരണം എന്താ? അത്രയ്ക്കും പ്രേമമാണ്. അവരുടെ ഉള്ളിലെ പ്രേമം മാത്രം, പ്രേമഭക്തി മാത്രമേ നോക്കുള്ളൂ. അപ്പൊ അങ്ങനെ പ്രേമമാധുരി. ഉദാഹരണം കുബ്ജ വളഞ്ഞൊടിഞ്ഞ ഒരു സ്ത്രീയായിരുന്നു, കൂനും ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ സൗന്ദര്യമല്ല നോക്കിയ, ഭക്തിയാണ് നോക്കിയത്. അടുത്തെന്താണ്? സൗന്ദര്യം നോക്കാതെയുള്ള ഒരു കാര്യം. രണ്ടാമത്തത് സുധാമ. സമ്പത്ത് നോക്കില്ല. ഇവിടെ പാവപ്പെട്ടവനാണോ പണക്കാരനാണോ നോക്കില്ല. അവന്റെ ഉള്ളിൽ ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാനെ സ്നേഹിക്കുവാനെ. മൂന്നാമത്തെയാണ് ധ്രുവൻ. വയസ്സൊരു പ്രശ്നമല്ല. വയസ്സ് എത്ര കുട്ടിയാണെന്നോ വലിയ ആളാന്നൊന്നുമില്ല. പരീക്ഷിത്ത് ഗർഭസ്ഥ അവസ്ഥയിലായിരുന്നു. ഭഗവാൻ അവർക്ക് ദർശനം കിട്ടും. അപ്പൊ അങ്ങനെ സ്നേഹിക്കുന്നതിന് യാതൊരു ഇതുമില്ല. അപ്പൊ സൗന്ദര്യം നോക്കത്തില്ല, സമ്പത്ത് നോക്കത്തില്ല, പ്രായം നോക്കത്തില്ല. ഇനി എന്താണ്? അറിവ് നോക്കില്ല. ഇവൻ എന്തുമാത്രം അറിവുണ്ട്. ഉദാഹരണം ഗജേന്ദ്രൻ എത്രമാത്രം അറിവുണ്ട്, അറിവില്ല എന്നുള്ള നോക്കിയില്ല. ലാസ്റ്റ് അജാമളിൽ ഇവൻ ഭക്തിയുത സേവനം ചെയ്തിട്ട് ഇവൻ ഇതിനകത്ത് നിന്നും വളരെ ഹൈ ലെവലിലേക്ക് നിന്ന് പോകുന്ന, എപ്പോഴും 100% എല്ലാം 100 മാർക്ക് വാങ്ങിച്ചു നോക്കില്ല. അവസാനം പൊളിഞ്ഞു പോയോ അവനെയും സ്നേഹിക്കും. അതാണ് അജാമളിൽ. അപ്പൊ ഇതാണ്
പ്രേമമാധുരി എല്ലാവരെയും സൗന്ദര്യമോ സമ്പത്തോ പ്രായമോ അറിവോ ഭക്തിയുടെ കഴിവോ ഒന്നും നോക്കില്ല. ഇവൻ എന്റെ ഭക്തനായിരുന്നെന്ന് മാത്രമേ നോക്കുള്ളൂ. അതുകൊണ്ട് ഭഗവാന് അതാണ് പ്രേമമാധുരി. ലാസ്റ്റ് ആണ് എന്താണ് വേണുമാധുരി. വേണുമാധുരി എന്ന് പറഞ്ഞാൽ ഭഗവാന് മാത്രമേ ഉള്ളൂ വേണു. വേണു തന്നെ വേണു, മുരളി, വംശി, ഇങ്ങനെ മൂന്നെണ്ണമുണ്ട്. പിന്നെയും പറയുന്നുണ്ട് കുറെ എക്സ്പാൻഷൻസ് പറയുന്നുണ്ട്, 8 ക്വാളിറ്റി പിന്നെയും പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വേണുമാധുരി ഭഗവാന് വേണമെങ്കിൽ, കാരണം എന്താണ്, എല്ലാ അസ്ത്രങ്ങളും ഭഗവാന്റെ കയ്യിൽ നിന്നാണ് പോയിട്ടുള്ളത്. ഈ ശസ്ത്രങ്ങൾ ഏത് വേണേലും പ്രയോഗിക്കാനും അറിയാം. സുദർശന ചക്ര ഒഴികെ ഉൾപ്പെടെ എല്ലാ ആയുധങ്ങളും പ്രവർത്തിക്കാൻ അറിയാം. പക്ഷേ ഭഗവാൻ എപ്പോഴും ഓടക്കുഴയിലേക്ക് പോകും. കാരണം ഒരു ആയുധത്തെ വിറ്റ്, കാരണം എന്താണ്, പ്രേമമാധുരി. അപ്പോ ഈ 4 എക്സ്ട്രാ ക്വാളിറ്റിയാണ് ആൾക്കുള്ളത്. ഒന്ന് രൂപമാധുരി, മറ്റേ ലീലാമാധുരി, പ്രേമമാധുരി, പിന്നെ എന്താണ് വേണുമാധുരി. ഈ 4 എക്സ്ട്രാ ക്വാളിറ്റി ഉള്ളത് കൊണ്ടും ഭഗവാൻ എന്താണ് വിഷ്ണുവിനേക്കാളും ഉയർന്ന സ്റ്റേജിലാണ്. ഇനിയും ലാസ്റ്റ് പോർഷൻ, അതായത് വൈകുണ്ഠവും ഗോലോക വൃന്ദാവനം തമ്മിലുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി. അത് ഒരു 3 പോയിന്റ് ഉണ്ട്. അതോടെ കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യും. ഹരേ കൃഷ്ണ. ഇതുവരെ പറഞ്ഞത് എന്നാ കംപ്ലീറ്റ് ക്ലിയർ ആണോ? എന്തെങ്കിലും ചോദ്യം കൊണ്ട് ചോദിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു പറഞ്ഞതിൽ നിന്നും നമ്മൾ ശീലങ്ങൾ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്, ഇല്ലേ പ്രഭു? ക്ലിയർ ആണല്ലോ? പോയിന്റ് ക്ലിയർ ആണ്. ഞാൻ ആദ്യം പറയാനുള്ള പറഞ്ഞിട്ട് ബാക്കി. ഹരേ കൃഷ്ണ. ഇപ്പോ ഇനിയും വൈകുണ്ഠ ലോകവും ഗോലോക വൃന്ദാവനം തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. വൈകുണ്ഠം എന്ന് പറയുന്നത് ന്യൂമറസ് ആണ്, എണ്ണമറ്റ വൈകുണ്ഠങ്ങളുണ്ട്. ഗോലോക വൃന്ദാവനം ഒന്നേ ഉള്ളൂ. ഇതാണ് ഫസ്റ്റ്. രണ്ടാമത് പറഞ്ഞാൽ ഭഗവാൻ വൈകുണ്ഠത്തിൽ ഐശ്വര്യഭാവത്തിൽ, അതായത് രജോ ഗുണത്തിലും, എന്നാൽ ഗോലോക വൃന്ദാവനത്തിൽ മാധുര്യഭാവത്തിലുമാണ്. അതിന്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാൻ ദ്വാരകയിൽ രാജാവ്. രാജാവിന്റെ പ്രത്യേകത എന്താണ്? രാജാവ് ഓർഡർ ചെയ്യും, ബാക്കി എല്ലാവരും അനുസരിക്കും. എന്നാൽ ഗോലോക വൃന്ദാവനത്തിൽ മാധുര്യഭാവമാണ്. അവിടെ നേരെ തിരിച്ചാണ്, തലയും കുത്തിയാണ് കാര്യങ്ങളൊക്കെ. അവിടെ ഭഗവാൻ ദാസനാണ്, ബാക്കി ഗോപന്മാരും ഗോപികമാരുമാണ് അവിടുത്തെ ഹീറോസ്. അവര് പറയും, അതനുസരിച്ച് ഭഗവാൻ ഡാൻസ് ചെയ്യും. അതാണ് ഒരു വ്യത്യാസം. അടുത്ത വ്യത്യാസം, ദർ ഇസ് നോ ഇന്റിമസി. അതായത് ദ്വാരകയിൽ അഥവാ വൈകുണ്ഠത്തിൽ, ഞാൻ ദ്വാരക എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വൈകുണ്ഠത്തില് ഇന്റിമസി ഇല്ല, പ്രത്യേകിച്ച് അങ്ങനെ ആരുമായിട്ട് യാതൊരു കണക്ഷൻസും ഇല്ല. എന്താണ്, ഒരാൾ രാജാവാണ്, മറ്റുള്ളവർ പ്രജകളാണ്. ആ രാജാ പ്രജ എന്നുള്ളൊരു ചെറിയ ഗ്യാപ്പ് അവിടെ ഉണ്ടായിരിക്കും. എന്നാൽ ഭയങ്കരമായ ഇന്റിമസിയാണ് എവിടെ? ഗോലോക വൃന്ദാവനത്തിൽ. അവിടെ ഭക്തന്മാരുടെ ഇടയിൽ മത്സരമില്ല. നമുക്കിവിടെ മത്സരമുണ്ട് ഭക്തന്മാർക്കിടയിൽ. പക്ഷെ ആ മത്സരം എന്തിനായിരിക്കണം? ഭഗവാനെ എങ്ങനെ സേവിക്കണം എന്നുള്ള മത്സരമായിരിക്കണം. അപ്പൊ അങ്ങനെ ഒരു മത്സര ബുദ്ധി ഇല്ല എവിടെ? ഗോലോക വൃന്ദാവനത്തിൽ. വൈകുണ്ഠത്തിലും മത്സരമില്ല. പക്ഷേ എന്താണ് വ്യത്യാസം? അവിടെ ഇന്റിമസി കുറവാണ്. വൈകുണ്ഠത്തിൽ ഇന്റിമസി എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്നെസ്. ഇപ്പോ നമ്മൾ നമുക്ക് സത്സംഗത്തിൽ വരുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരോടും നമുക്ക് ഒരുപാട് ക്ലോസ് ആണെന്ന് നമ്മൾ അല്ല. നമ്മൾ ഏതെങ്കിലും സ്കൂളിൽ പോവുക, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്ഥാപനത്തിൽ പോവുക, ഓഫീസിൽ പോവുക, എല്ലാവരോടും നമ്മൾ ഒരുപോലെ ക്ലോസ് ആണോ? അല്ല. ചിലരോട് ഒരു പ്രത്യേക ക്ലോസ് അല്ലെങ്കിൽ ഇന്റിമസി കൂടുതലുണ്ട്. ആ ഒരു ഇന്റിമസി ഉണ്ട് എവിടെ? ഗോലോക വൃന്ദാവനത്തിൽ. എന്നാൽ വൈകുണ്ഠത്തിൽ അത് ഇല്ല. ഇനി ഏതാണ്? വൈകുണ്ഠത്തില് എല്ലാവരുടെ രൂപം സെയിം ആണ്. എല്ലാവർക്കും 4 കൈകളാണ്. എല്ലാവരുടെ രൂപം ഒരുപോലാണ് ഇരിക്കുന്നത്. എന്നാൽ ഗോലോക വൃന്ദാവനത്തിൽ നമ്മളെ എന്താണോ ആഗ്രഹിക്കുന്നത്, അതായത് നമുക്ക് ഏത് ഭാവം, നമുക്കൊക്കെ ഒരു സ്ഥായി ഭാവമുണ്ട്. ഈ സ്ഥായി ഭാവം എന്ന് പറയുന്ന ഭാവം വിവരിക്കണമെങ്കിൽ കുറേ സമയമെടുക്കും. ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ നമ്മൾ രൂപ ഗോസ്വാമിയുടെ 9 സ്റ്റേജസ് ഓഫ് ഡിവോഷൻ സർവീസ് ഉണ്ട്. ആ ഒരു പോർഷൻ പഠിപ്പിക്കുമ്പോൾ അഥവാ നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന എന്താണ് സ്ഥായി ഭാവം. സ്ഥായി ഭാവം എന്താണെന്ന് മാത്രം പറയാം. അതായത് അതിനകത്ത് പറയുന്നുണ്ട് ശ്രദ്ധ, സാധു സംഘം, ഭജനക്രിയ, നിഷ്ഠ, അങ്ങനെ കുറെ പോയിന്റ്സ് വരുന്നുണ്ട്. അതില് അവസാനം 8ാമത് ഭാവം എന്നൊരു പറയുന്നൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തില് ഭാവം തന്നെ 5 പറയുന്നുണ്ട്. എന്താണ്? ശാന്തം, വാത്സല്യം, സഖ്യം, മാധുര്യം, ഇത് പറയുന്ന 5 ഭാവങ്ങൾ കൂടാതെ പിന്നീട്
ഈ ഭാവത്തെ തന്നെ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. വിഭവ, അനുഭവ, സ്വാത്വിക, വ്യഭിചാരി ഭാവം, സ്വാത്വിക ഭാവം. അതായത് പെർമനന്റ് ആയിട്ട് ഒരു ഭാവമുണ്ട് നമുക്ക് ഓരോ ജീവാത്മാക്കൾക്കും. നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ അടുത്തു നിന്നാണ് വന്നതെന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. അതിന് യാതൊരു സംശയവും. ഈ നമ്മൾ ഭഗവാന്റെ അടുത്ത് ഉണ്ടായിരുന്ന സമയത്ത് ഗോലോക വൃന്ദാവനത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ ഒരു സ്ഥായി ഭാവം ഉണ്ടായിരുന്നു. നമ്മൾ ഓരോരുത്തർക്കും ഓരോ റോൾ ഉണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മൾ അവിടുത്തെ തത്തയായിരുന്നിരിക്കാം, ചിലപ്പോൾ അവിടുത്തെ മയിലായിരിക്കാം, ചിലപ്പോൾ നമ്മൾ അവിടുത്തെ ഗോപിയായിരിക്കാം, ചിലപ്പോൾ അവിടുത്തെ ഗോപനായിരുന്നിരിക്കാം, ഇല്ലെങ്കിൽ യശോദയുടെ ഏതെങ്കിലും അസിസ്റ്റന്റ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും പശുവായിരിക്കാം. ഇത് ഏത് ഭാവമായിരുന്നു നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ സ്ഥായി ഭാവം. ഈ സ്ഥായി ഭാവത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകും. ഓർക്കണം, വൈകുണ്ഠത്തിൽ പോകുന്നതിന് വളരെ പ്രയാസമാണ്. ആ വൈകുണ്ഠത്തിനപ്പുറമാണ് ഗോലോക വൃന്ദാവനം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത്രയ്ക്കും ശുദ്ധഭക്തന്മാരായി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥായി ഭാവത്തിലേക്കാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ആ സ്ഥായി ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ആയിരുന്നോ നമ്മൾ ഭഗവാനെ സേവിച്ചിരുന്ന ആ ഭാവത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകും. അപ്പൊ ആ ഒരു രൂപമായിരിക്കും നമുക്ക് കിട്ടുന്നത്. എന്നാൽ വൈകുണ്ഠത്തിൽ അതല്ല. വൈകുണ്ഠത്തിൽ എല്ലാവർക്കും 4 കൈകളും, എല്ലാവരും നാരായണനെ പോലെ തന്നെ ഇരിക്കും, എല്ലാവരും സെയിമാണ്. എന്നാൽ ഗോലോക വൃന്ദാവനത്തിൽ അതല്ല. നമ്മുടെ സ്ഥായി ഭാവം ഏതായിരുന്നു? നീ ഒരു പശുവായിരുന്നോ, നീ പശുവായിട്ട് തന്നെ കഴിഞ്ഞ ജന്മത്തിൽ എന്തായിരുന്നു, നിന്റെ ആദ്യ ജന്മത്തിൽ എന്തായിരുന്നു, ആ ഭാവത്തിലേക്ക് നിനക്ക് തിരിച്ചു പോകാം. അതാണ് രൂപം. ഇനി ഒരു കാര്യം കൂടെ, അതായത് ഈ പോയിന്റ് ആഡ് ചെയ്യുകയാണ്. അതായത് എല്ലാവരും ദാസന്മാരും മറ്റിടത്തിങ്ങനെ, അതായത് വൈകുണ്ഠത്തില് ലക്ഷ്മി ദേവി ഭഗവാന്റെ കാല് മസാജ് ചെയ്യുന്ന എല്ലാവരും കണ്ടുണ്ടായിരിക്കും. വിഷ്ണു ഇങ്ങനെ കിടക്കുന്നു, ഭഗവാൻ ഇങ്ങനെ കിടക്കുന്നു, നാരായണൻ കിടക്കുന്നു, എന്നിട്ട് ലക്ഷ്മി ദേവി കാല് മസാജ് ചെയ്യുന്നുണ്ട്. സീന് ഗോലോക വൃന്ദാവനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ രാധാറാണിയുടെ കാല് ഭഗവാൻ മസാജ് ചെയ്യുന്നു. അതാണ് സ്റ്റാറ്റസുമുള്ള വ്യത്യാസം. ഒന്ന്, വൈകുണ്ഠത്തിലാണെങ്കിൽ വൈകുണ്ഠത്തിൽ എന്താണ്, എല്ലാ ലക്ഷ്മികളിലും ഭഗവാന്റെ പാദസേവകനാണ്. എന്നാൽ ഗോലോക വൃന്ദാവനത്തിൽ ഭഗവാൻ ദാസനും ബാക്കി എല്ലാവരും ഹീറോസുമാണ്. പോയിന്റ് ക്ലിയർ ആണല്ലോ. ലാസ്റ്റ് പോയിന്റ്, ഒരേ ഒരു പോയിന്റോടെ പറഞ്ഞിട്ട് തീർക്കുകയാണ്, സമയം തീരുകയാണ്. അതായത് നമ്മൾക്കറിയാം വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ എന്താണ്? കുണ്ടമില്ല, അവിടെ എല്ലാം ഐശ്വര്യമാണ്. ആ ഐശ്വര്യങ്ങൾ മുഴുവനും ഒരു ത്രാസിലെടുത്ത് വെക്കുക എന്ന് വെക്കുക, ത്രാസിന്റെ ഒരു തട്ടില്. നമുക്കറിയാം അത്ര ഈസിയുള്ള കാര്യമല്ല. എന്നാലും ഫോർ ആൻ എക്സാമ്പിൾ നമ്മളൊന്ന് അസ്യൂം ചെയ്യാണ്, നമ്മൾ ഈ ഐശ്വര്യങ്ങൾ മുഴുവനും ഒരു ത്രാസിന്റെ ഒരു തട്ടിൽ വെച്ചു. നമ്മള് ഗോലോക വൃന്ദാവനത്തിലെ ഒരു തരി മണ്ണ്, ഭക്തരുടെ പാദധൂളി, എന്താണ് ബ്രജ് അല്ലെങ്കിൽ വൃന്ദാവനത്തിലെ മണ്ണ്, ഒരു നുള്ള് എടുത്ത് അടുത്ത തട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഈ വൃന്ദാവനത്തിലെ പാദധൂളി വെച്ച തട്ട് നേരെ താഴെ വന്ന് നിൽക്കും. എത്രമാത്രം ഐശ്വര്യങ്ങൾ എടുത്ത് വൈകുണ്ഠത്തിലെ ഐശ്വര്യങ്ങൾ മുഴുവൻ വെച്ച് കഴിഞ്ഞാലും വൈകുണ്ഠത്തിന്റെ തട്ട് പൊങ്ങിപ്പോയിക്കൊണ്ടേയിരിക്കും. അതിന്റെ അർത്ഥം ഭക്തിയുത സേവനം അല്ലെങ്കിൽ ശുദ്ധഭക്തന്മാരുടെ ആ കഴിവിനപ്പുറം യാതൊന്നും ഇല്ല എന്നുള്ളതാണ് സമർപ്പിക്കേണ്ടത്. ഇനിയും പറയാൻ ധാരാളം ഉണ്ട്, പക്ഷേ സമയം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. അതുകൊണ്ട് ഒരു പോയിന്റ് പറഞ്ഞേക്കാം. ഈ ഒരു മാധുര്യ ഭക്തിയുടെ ഒരു നശയിലാണ്, ഒരു മയക്കത്തിലാണ്, ഒരു ആടി പൊതഞ്ഞു നിൽക്കുകയാണ് ആര്? ഭഗവാൻ. അങ്ങനെ നിൽക്കുമ്പോ ഭഗവാന് തോന്നി, എന്താണ് ഈ ഗോപികമാരും രാധാറാണി ഇത്രയും ഈ മാധുര്യ ഭക്തിയിൽ ഇത്രയും ആസ്വദിക്കുന്നത്? എനിക്കും അറിയണം അതിന്റെ സ്വാദ്. അതിനാണ് ചൈതന്യ മഹാപ്രഭു ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവെ അവതരിക്കുകയും രാധാറാണിയുടെ മോഡിൽ തന്നെ വരികയും ചെയ്തു. കാരണം രാധാറാണി ഇത്രയും മാധുര്യ ഭക്തിയുടെ സ്വാദ് അത് എനിക്കും അറിയണം, ഞാനും സ്വയം അനുഭവിക്കണം എന്ന് വിചാരിച്ചാണ് അങ്ങനെ വരുന്നത്. അങ്ങനെ വന്നപ്പോ അതിനൊരു എക്സാമ്പിൾ പറയുന്നത്, ഇതും പറയുന്നത് ഒരു മഹാരാജാണ് പറഞ്ഞത്. അതായത് ഒരു മദ്യപാനി മദ്യമടിച്ച് ഫിറ്റായിട്ട് വരികയാണ്. അയാൾ ആടി വരുമ്പോ ഒരു ഭിക്ഷക്കാരൻ വഴിയെന്ന് ചോദിക്കുക, ഞാൻ ആഹാരം കഴിച്ചിട്ട് 2 ദിവസം, എനിക്ക് എന്തെങ്കിലും തരണേ. ഉടനെ അവന്റെ കയ്യിലിരിക്കുന്ന ബാക്കി കുപ്പി കാണും. ഉടനെ പറഞ്ഞു, ഞാൻ അടിച്ച് മത്തായിരിക്കുന്നു, ഇനി എനിക്കൊന്നും കുടിക്കാനില്ല, നീ ഇവിടെ അടിക്കടാ, നീയും കഴിക്കുക, നീയും ആസ്വദിക്കുക എന്നൊരു മദ്യപാനി എപ്രകാരമാണ് ഒരു ഭിക്ഷക്കാരന് മദ്യം കൊടുത്ത് സന്തോഷിക്കുന്നത്, അതുപോലെയാണ് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവായി വന്ന് മാധുര്യ ഭക്തിയുടെ നശയിൽ അല്ലെങ്കിൽ ആ ഒരു ഉന്മാദത്തിൽ വന്ന് കറങ്ങി അടിച്ചിട്ട് പറയാം, ഹരേ കൃഷ്ണ മഹാമന്ത്രം എല്ലാരും ജപിക്കടാ, നിനക്ക് വിരിക്കട്ടെ, നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ആർക്കും ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇല്ല. എല്ലാരും ഹരേ കൃഷ്ണ ജപിക്കുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ.
വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ